ഓക്കെ, കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഓഡിയോയ്ക്ക്. കാരണം നമ്മുടെ അടുത്തൊരു അമ്പലത്തിലെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ശബ്ദം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മാക്സിമം ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് മോഡ്യൂൾ നമ്മൾ മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 ആണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ, മോഡ്യൂൾ 5 ആണ് നോക്കുന്നത്. മോഡ്യൂൾ 5 ആണ് നോക്കുന്നത്. നമ്മൾ എന്താണ് ബാലൻസ് ഓഫ് പവർ, കളക്റ്റീവ് സെക്യൂരിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ കളക്റ്റീവ് സെക്യൂരിറ്റി, ഇന്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റീസ് ആണ് നമ്മൾ ഈ യൂണിറ്റ് നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള പോർഷൻസ്. ഓക്കെ, ഇതിന് മുന്നേ എടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സ് എല്ലാവരും നോക്കുക. ഓക്കെ, കളക്റ്റീവ് സെക്യൂരിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കളക്റ്റീവ് സെക്യൂരിറ്റി എന്താണ്? കളക്റ്റീവ് സെക്യൂരിറ്റി ആ പേര് പോലെ തന്നെയാണ്, കൂട്ടമായി നിന്നുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ പറയാം. ഓക്കെ, കളക്റ്റീവ് സെക്യൂരിറ്റി refers to an international arrangement wherein all participating states agree to mutual protection against aggression or threats. ഓക്കെ, അതായത് ഇതിനൊരു പ്രൈമറി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ UN തന്നെയാണ്. അതായത് ഒരു 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 ഓർഗനൈസേഷൻ പോലെ എന്തെങ്കിലും ഫോം ആവുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോം ആവുന്നു. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സെക്യൂരിറ്റി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നൊരു ഐഡിയ ആണ് കളക്റ്റീവ് സെക്യൂരിറ്റി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, unlike alliances formed against a specific adversary, collective security targets aggression on itself, irrespective of the aggressor's identity. Its goal is international peace maintained by the joint effort of all member states. അപ്പം അലയൻസസ് പോലെ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അലയൻസസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം അറിയാം, നമ്മുടെ വേൾഡ് വാർ സമയത്ത് ഉണ്ടായിരുന്നു ഒരു ഈസ്റ്റേൺ ബ്ലോക്കും വെസ്റ്റേൺ ബ്ലോക്കും ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ബ്ലോക്ക് തിരിച്ചോ, അല്ലെങ്കിൽ യുദ്ധത്തിന് മറ്റേ ജപ്പാന്റെ ജർമ്മനിയുടെ അലയൻസ് ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് US-ന്റെയും USSR-ന്റെ അലയൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അലയൻസ് അല്ല, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഐഡിയക്കെതിരെ മാത്രം അടിക്കുന്ന, അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു എനിമിക്കെതിരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു അലയൻസ് അല്ല നമ്മൾ കളക്റ്റീവ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ UN പോലെ, നേറ്റോ പോലെ ഒരു കൂട്ടായ ഒരു പരിശ്രമം പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഈ പറയുന്ന സമാധാനവും ശാന്തിയും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയും വേണം എന്നൊരു ഐഡിയ ആണ് ഈ കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഐഡിയ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് കളക്റ്റീവ് സെക്യൂരിറ്റി. UN ആണ് കളക്റ്റീവ് സെക്യൂരിറ്റിക്ക് ഏറ്റവും വലിയ ലോക്കൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ UN ആണ്. നേറ്റോ ഒക്കെയാണ് അതിന് വലിയ ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മൾ സൗത്ത് ഏഷ്യ വന്നു കഴിഞ്ഞാൽ സാർക്ക് ആണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് കളക്റ്റീവ് സെക്യൂരിറ്റി. യൂണിവേഴ്സാലിറ്റി. ഓൾ സ്റ്റേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് പവർ ഓർ സൈസ് ആർ പാർട്ടിസിപ്പൻസ്. ഓക്കെ, അതായത് എന്താണ് യൂണിവേഴ്സാലിറ്റി ആണ്. അതായത് സൂപ്പർ പവേഴ്സ് എന്നോ ബിഗ് പവേഴ്സ് എന്നോ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളെന്നോ ഡെവലപ്ഡ് രാജ്യങ്ങളോ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വേർതിരിവും എന്തില്ല കളക്റ്റീവ് സെക്യൂരിറ്റി മെഷേഴ്സിലില്ല. യുഎനില് രാജ്യങ്ങൾ അംഗമാവുന്നത് എന്താണ്? അവർക്ക് ഇത്രത്തോളം സാമ്പത്തിക ശക്തിയാണോ, അല്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇത്രയും ഡൊണേഷൻ തരാൻ പറ്റുമെന്ന് നോക്കിയിട്ടൊന്നും അല്ല. ഓക്കെ, അങ്ങനെ ഒരു വെയിറ്റേജ് ഉള്ള ഒരു സിസ്റ്റം ഒന്നും UN ഇല്ല. ഓക്കെ, അതാണ് പറയുന്നത് കളക്റ്റീവ് സെക്യൂരിറ്റിയിൽ, അല്ലെങ്കിൽ കളക്റ്റീവ് സെക്യൂരിറ്റി മെഷേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ആവുന്ന രാജ്യങ്ങൾക്ക് ഈ പറയുന്ന സൈസ് എന്താണെന്നോ, അല്ലെങ്കിൽ അവർ എത്ര വലിയ പവർ ആണെന്നോ എന്നുള്ള ഒരു മെഷറബിൾ കാറ്റഗറി ഇല്ല. മ്യൂച്വൽ കമ്മിറ്റ്മെന്റ്. ആൻ അറ്റാക്ക് അഗെയിൻസ്റ്റ് വൺ ഇസ് കൺസിഡർഡ് ആൻ അറ്റാക്ക് അഗെയിൻസ്റ്റ് ഓൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് കളക്റ്റീവ് സെക്യൂരിറ്റി മെഷറിൽ നിൽക്കുമ്പോൾ, അതിൽ നാറ്റോയിൽ ഒരു രാജ്യം എടുത്തോ, നാറ്റോയിൽ ഒരു രാജ്യത്തിനെതിരെ ഈ പറയുന്ന രീതിയിൽ ഒരു അഗ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന നാറ്റോയിലുള്ള ബാക്കി രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി രാജ്യങ്ങൾ ആ രാജ്യത്തിനെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അവർ മെഷേഴ്സിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിൽക്കുന്ന ഒരു സമയത്തോളം കാലം രാജ്യങ്ങൾ എന്താണ് ഇവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ യുക്രൈൻ റഷ്യ വാറൊക്കെ നടക്കുന്ന ടൈമിൽ എന്ത് ചെയ്തു? ഈ യുക്രൈൻ നാറ്റോയുടെ ഭാഗമാവുന്നതായിരുന്നു റഷ്യക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ ആദ്യമേ US സഹായിക്കും എന്ന രീതിയിലൊക്കെ US സഹായിച്ചിട്ടുണ്ട്. US അവർക്ക് വെപ്പൺസും പ്രൊവിഷൻസും ഒക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. എന്നാലും ഈ യുക്രൈൻ വിചാരിച്ച രീതിയിൽ ഒരു സപ്പോർട്ട് നാറ്റോയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ കളക്റ്റീവ് സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ പഠിക്കുമെങ്കിലും ബാധ്യസ്ഥരാണ്, ഇതൊക്കെ ഇവരുടെ എന്താണ് ഒരു മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പഠിക്കുമ്പോഴും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഇടപെടാൻ മടിക്കുന്നില്ല. ഇപ്പൊ UN-ലാണ് നമുക്കറിയാവുന്ന പോലെ ഇപ്പം ഒരു രാജ്യത്തിനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ, ഇപ്പൊ നടക്കുന്ന യുദ്ധം തന്നെ നോക്കി കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന UN ആണെങ്കിലും UN-ലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളാണെങ്കിലും മിക്ക രാജ്യങ്ങളും സൈലന്റ് ആണ്. സൂപ്പർ പവേഴ്സ് ആയ രാജ്യങ്ങൾ വരെ സൈലന്റ് ആണ്. ഓക്കെ, ഇപ്പൊ കളക്റ്റീവ് സെക്യൂരിറ്റി മെഷേഴ്സിന്റെ ഒരു പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ റിയാലിറ്റി ഇറ്റ്സ് ഡിഫറെന്റ്. ഓക്കെ, നോൺ ഡിസ്ക്രിമിനേഷൻ. കളക്റ്റീവ് റെസ്പോൺസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ദ അഗ്രസേഴ്സ്. ഓക്കെ, അതായത് ആരും ആയിക്കോട്ടെ അഗ്രസർ, അത് ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ചൈന ആയിക്കോട്ടെ, സാമ്പത്തിക ശക്തിയായ US ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയായ ചൈന ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ ഭീമനായ ഇന്ത്യ ആയിക്കോട്ടെ, ആരാണെങ്കിൽ ആയിക്കോട്ടെ അഗ്രസർ, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ആള്, അഗ്രസ് ചെയ്യുന്ന ആള് ആര് വന്നോ ആയിക്കോട്ടെ,
അവർക്കെതിരെ ഒരുമിച്ച് കൂട്ടായി നിന്ന് ഈ പറയുന്ന പീസ് ഉറപ്പുവരുത്തുക, സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക എന്നാണ് ഈ കളക്ടീവ് സെക്യൂരിറ്റി മെഷേഴ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഡിറ്ററൻസ്, യൂണിഫൈഡ് ഗ്ലോബൽ സ്റ്റാൻഡ്സ് ഇന്റൻഡ് ടു ഡിറ്റർ പൊട്ടൻഷ്യൽ അഗ്രസേഴ്സ്. ഡിറ്ററൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്നൊക്കെ പറയുന്ന ഐഡിയ, അല്ലെങ്കിൽ വെപ്പൺ ഒരു ആംഡ് ഡിറ്ററൻസ് എന്നൊക്കെ പറയുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അയാളുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്, എന്റെ കയ്യിലും ആയുധങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് നഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ അടിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ അടിക്കാതിരിക്കുക എന്ന് പറയുന്ന ഐഡിയ ആണ് ഈ പറയുന്ന ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിറ്ററൻസ്, ഓക്കെ, അപ്പം അത് ഈ കളക്ടീവ് സെക്യൂരിറ്റി മെഷേഴ്സിന്റെ വേറൊരു പോയിന്റ് കൂടെയാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. The modern idea of collective security took shape after World War I through the League of Nations, established in 1999. അപ്പോൾ ഏത് വർഷമാണ് ലീഗ് ഓഫ് നേഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്? 1919ലാണ്. ഓക്കെ, അതായത് നമ്മുടെ വേൾഡ് വാർ വണ്ണിന് ശേഷം. All too unsuccessful due to structural weakness, the concept persisted and found stronger institutionalization in the United Nations established after World War II in 1945. ഓക്കെ, അതായത് ലീഗ് ഓഫ് നേഷൻസ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു ഫെയിലിയർ ആയിരുന്നു, അതുകൊണ്ടാണല്ലോ വേൾഡ് വാർ II വന്നത്. ഓക്കെ, ലീഗ് ഓഫ് നേഷൻസിന് ഈ പറയുന്ന അവരുടെ ഉദ്ദേശത്തിലേക്ക് വന്ന് എത്തിച്ചേരാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ ലീഗ് ഓഫ് നേഷൻസിന് ശേഷം എന്ത് വരുന്നുണ്ട്? കുറച്ചും കൂടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയ, കുറച്ചും കൂടെ ബേസ് ഉള്ള, കുറച്ചും കൂടെ ഈ പറയുന്ന കളക്ടീവ് സെക്യൂരിറ്റി ഒരു ഐഡിയ കുറച്ചും കൂടെ വെച്ച് പുലർത്തിക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസ് വരികയാണ്. യുണൈറ്റഡ് നേഷൻസ് വാസ് സക്സസ്ഫുൾ ഐഡിയ അല്ലെ? സക്സസ്ഫുൾ ഐഡിയ ഇൻ ദ സെൻസ് അതൊരു ലീഗ് ഓഫ് നേഷൻസ് പോലെ പാളിപ്പോയില്ലെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്, യുണൈറ്റഡ് നേഷൻസിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്. Okay, League of Nations 1919, an early but flawed attempt at collective security post World War I. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് വാർ വണ്ണിന് ശേഷം ലോകത്തിൽ സ്റ്റെബിലിറ്റി, സമാധാനം ഉറപ്പുവരുത്തുക എന്ന രീതിയിൽ ഒരു കളക്ടീവ് സെക്യൂരിറ്റി മെഷർ ആയിട്ട്, അതായത് ലോകത്തിന് മൊത്തം സമാധാനം ഉറപ്പുവരുത്തുക, എല്ലാ രാജ്യങ്ങളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ലോകത്തിന് മൊത്തം സമാധാനം ഉറപ്പുവരുത്തുക എന്ന ലീഗ് ഓഫ് നേഷൻസിന്റെ ഐഡിയ. പക്ഷെ അത് പാളിപ്പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് വേൾഡ് വാർ II വരുന്നു. അപ്പം 1945 യുണൈറ്റഡ് നേഷൻസ് വന്നു. സ്ട്രോങ്ങസ്റ്റ് കണ്ടംപററി എക്സാമ്പിൾ ഓഫ് കളക്ടീവ് സെക്യൂരിറ്റി വിത്ത് മെക്കാനിസംസ് ലൈക്ക് സെക്യൂരിറ്റി കൗൺസിൽ ഇന്റർവെൻഷൻസ് ആൻഡ് പീസ് കീപ്പിംഗ് മിഷൻസ്. അപ്പം കളക്ടീവ് സെക്യൂരിറ്റിയുടെ യുഎന്റെ തന്നെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പീസ് കീപ്പിംഗ് മിഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? അതായത് ഈ പറഞ്ഞ രീതിയിൽ ആഭ്യന്തര യുദ്ധങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധങ്ങളോ കോൺഫ്ലിക്റ്റോ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ, ജനസൈഡൊക്കെ നടക്കുന്ന ടൈമിൽ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? UN അവരുടെ പീസ് കീപ്പിംഗ് മിഷൻസിനെ വിടാറുണ്ട് അല്ലെ? അവിടുത്തെ ജനങ്ങൾക്ക് ഈ കൊളാട്രൽ ഡാമേജ് എന്ന പേരിൽ മരണപ്പെടുന്നവരുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനും അല്ലെങ്കിൽ അവിടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരുതലുകൾ സ്വീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് മിഷൻസ് സംഘടിപ്പിക്കാറുണ്ട്. അത് എനിക്ക് സെക്യൂരിറ്റി കൗൺസിൽ ഇന്റർവെൻഷൻ. സെക്യൂരിറ്റി കൗൺസിൽ ഇന്റർവെൻഷൻ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്. സെക്യൂരിറ്റി കൗൺസിൽ ഈ പറയുന്ന ഇന്റർവെൻഷൻസ് ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വലിയൊരു, കാരണം ഈ വീറ്റോ എന്ന് പറയുന്ന പവർ ഈ പറയുന്ന 5 സൂപ്പർ പവേഴ്സിന് കയ്യിരിക്കുന്നിടത്തോളം കാലം സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന സാധനം എന്താണ്, ഇവർക്ക് 5 പേർക്കും അനുകൂലമായി ലാഭം ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന കാര്യം മാത്രം വന്നാൽ മാത്രമേ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് അനുകൂലമായ ഒരു സാധനം വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സെക്യൂരിറ്റി കൗൺസിൽ ഒരു വീറ്റോ പവർ ആണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലുള്ള പല യുദ്ധങ്ങൾ ഈ പറയുന്ന സീസ് ഫയറോ കാര്യങ്ങളോ ഒക്കെ പ്രഖ്യാപിക്കുന്നതിൽ വലിയ തടസ്സങ്ങളായിട്ട് മാറിയിട്ടുള്ളൂ. ഓക്കെ, അടുത്താണ് നാറ്റോയുടെ ആർട്ടിക്കിൾ 5. ഓക്കെ, നാറ്റോയുടെ ആർട്ടിക്കിൾ 5ലാണ് നാറ്റോയുടെ കളക്ടീവ് സെക്യൂരിറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, an attack on one NATO member is considered an attack on all, exemplifying collective defense, a subset of collective security. അപ്പൊ നാറ്റോ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ആർട്ടിക്കിൾ 5ലാണ് ഈ പറയുന്ന നാറ്റോയുടെ കളക്ടീവ് സെക്യൂരിറ്റി ഒരു പോയിന്റിനെ കുറിച്ച് പറയുന്നത്. അതായത് നാറ്റോയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കാണും? അവരിലെ എല്ലാ മെമ്പറുകളെയും അറ്റാക്ക് ചെയ്യുന്ന പോലെ അവർ എടുക്കത്തുള്ളൂ. അതിനുള്ള തിരിച്ചടിയും അതേ കണക്ക് കളക്റ്റീവ് ആയിട്ടായിരിക്കും തരുന്നത് എന്നൊരു ഐഡിയ ആണ് ആർട്ടിക്കിൾ 5 വെച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച യുഎന്റെ എന്താണ് ആർട്ടിക്കിൾ 7. ഓക്കെ, യുഎന്റെ ആർട്ടിക്കിൾ 7 മറന്നുപോയി കേട്ടോ. യുഎന്റെ ആർട്ടിക്കിൾ 7 ഒരു തരത്തിലുള്ള കളക്റ്റീവ് സെക്യൂരിറ്റി മെഷറിനെ കുറിച്ചാണ് പറയുന്നത്. യുഎന്റെ കളക്റ്റീവ് സെക്യൂരിറ്റി സ്വഭാവത്തിനെ കുറിച്ചാണ് യുഎന്റെ ആർട്ടിക്കിൾ 7 പറയുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. Indian collective security. UN peacekeeping mission. India is among the last contributor to UN peacekeeping missions advocating collective security. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UN എന്താണ്, യുഎനിൽ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം എനിക്ക് 50ഓളം പീസ് കീപ്പിംഗ് മിഷൻസിലാണ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പീസ് കീപ്പിംഗ് മിഷൻസിന് വിടുന്ന രാജ്യങ്ങൾ ഒന്നാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ വിട്ട രാജ്യമല്ല, വിട്ട രാജ്യങ്ങൾ ഒന്നാണ് ഇന്ത്യ. ഓക്കെ, support for multilateralism. India's active role in promoting global cooperation through platforms like the UN G20 BRICS Alliance with collective security principles. Okay.
ഓക്കെ. അതായത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈ ഇന്ത്യ എന്താണ് ഈ പറയുന്ന റീജിയണൽ ഫോറംസ് ആയിക്കോട്ടെ, സാർക്ക് പോലുള്ള റീജിയണൽ ഫോറംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫോറംസ് പോലുള്ള ബ്രിക്സ് പോലുള്ള ഫോറംസ് ആയിക്കോട്ടെ, G20 ആയിക്കോട്ടെ, UN ആണെങ്കിലും ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ വളരെ പ്രൊആക്റ്റീവ് ആയിട്ട് നിന്നാണ് സ്റ്റാൻസുകൾ എടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ഡിസിഷൻസ് ബിൽഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന ഒരു ടൈപ്പ് കൾച്ചറൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. ഓക്കെ. അതായത് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പറയുന്ന രീതിയിൽ ഈ സെക്യൂരിറ്റി ത്രെട്ടോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി ഒക്കെ ഉണ്ടാവുന്ന ടൈമിൽ ഈ പറയുന്ന രാജ്യങ്ങൾ സഹായിക്കും എന്നൊരു ഉറപ്പാണ് ഈ പറയുന്ന റീജിയണൽ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊആക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നത്. ഓക്കെ. ഒരു എഴുതപ്പെടാത്ത ഉറപ്പാണ്. ഓക്കെ. ആന്റി ടെറർ ഇനിഷ്യേറ്റീവ്സ്. India's global efforts against terrorism reflect this commitment to collective security ideals. ഓക്കെ. അതായത് ഇന്ത്യ ടെററിസം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ്. ഓക്കെ. ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഇൻഫിൽട്രേഷനും അതേകണക്ക് തന്നെ ചൈനയിൽ നിന്നുള്ള ടെററിസം അല്ലെങ്കിലും ചൈനയിൽ നിന്നുള്ള ഈ പറയുന്ന കടന്നുകയറ്റവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ-തയ്യബും പോലുള്ള സംഘടനകളൊക്കെ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആന്റി ടെറർ ഇനിഷ്യേറ്റീവ്സ് എന്താണ് ഗ്ലോബൽ ലെവലിൽ തന്നെ ഇന്ത്യ ഇത് എന്താണ് പുറപ്പെടുവിക്കുന്നത്. ഇപ്പം മോദി വന്നതിന് ശേഷം കുറച്ചുകൂടി ഈ സാധനം എന്താണ് ടെററിസത്തിന് നേരെയുള്ള ഒരു സംഭവമൊക്കെ കുറച്ചും കൂടെ എന്താണ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് റാറ്റ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ആസിയയിലെ റാറ്റ്സ് എന്ന് പറഞ്ഞൊരു ആന്റി ടെററിസ്റ്റ് ഒരു സംഭവം നമ്മൾ നേരത്തെ പഠിച്ചതാണെന്നാണ് എനിക്ക് ഓർമ്മ. ഓക്കെ. അപ്പൊ റാറ്റ്സിനകത്തൊക്കെ ഇന്ത്യക്ക് എന്തോ ഒബ്സർവർ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള കാര്യമാണ്. ഓക്കെ. ഇന്റർനാഷണൽ ലോ. അപ്പൊ നമ്മള് കളക്ടീവ് സെക്യൂരിറ്റി കഴിഞ്ഞ് അടുത്ത ഇന്റർനാഷണൽ ലോ ആണ്. ഓക്കെ. ഇന്റർനാഷണൽ ലോ. ജെറമി ബെന്തം 1780 ഇൻട്രൊഡ്യൂസ് ദ ടേം ഇന്റർനാഷണൽ ലോ. അപ്പോൾ ഇന്റർനാഷണൽ ലോ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ജെറമി ബെന്തം അതേ കണക്ക് ഹലോ. ഓക്കെ. സോറി. അപ്പം ജെറമി ബെന്തം അതേ കണക്ക് തന്നെ ഈ ഇന്റർനാഷണൽ ലോയുടെ പിതാവായ ഹ്യൂഗോ ഗ്രോഷ്യസ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരുകൾ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ നോക്കി വെക്കുക. അതിനകത്ത് കുറച്ച് തിയററ്റിക്കലാണ്. ഇന്റർനാഷണൽ ലോ ബേസിക്കലി കുറച്ച് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞു പോകുന്നത്. അതിന് നിങ്ങൾ അധികം വെയിറ്റേജ് കൊടുത്തില്ലെങ്കിലും ഇങ്ങനത്തെ കുറച്ച് 1-2 പോയിന്റ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോവുക. ഓക്കെ. പക്ഷെ തിയറി നോക്കുക. തിയറി ഒരു തിയററ്റിക്കൽ മീൻസ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് തിയറി അല്ല. ആ ഒരു സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ശരിക്കും മനസ്സിലാവും. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഇന്റർനാഷണൽ ലോ ജെറമി ബെന്തമാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ. ഒരു ടേം കോയിൻ ചെയ്യുന്ന ആരാണ്? ജെറമി ബെന്തമാണ്. ഓപ്പൻഹെയിം എന്ന് പറഞ്ഞ ഓപ്പൻഹൈമർ അല്ല, ഓപ്പൻഹെയിം. ഓക്കെ. ഓപ്പൻഹെയിം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്. ഓക്കെ. പുള്ളിക്കാരൻ പറഞ്ഞൊരു കോട്ടാണ് ലോ ഓഫ് നേഷൻസ് ഓർ ഇന്റർനാഷണൽ ലോ ഇസ് ദ ബോഡി ഓഫ് കസ്റ്റമറി ആൻഡ് കൺവെൻഷണൽ റൂൾസ് വിച്ച് ആർ കൺസിഡർഡ് ലീഗലി ബൈൻഡിംഗ് ബൈ സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ കോസ്റ്റ് വിത്ത് ഈച്ച് അതർ. അപ്പം എന്താണ് ലോ ഓഫ് നേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? അതായത് കുറച്ച് കസ്റ്റമറി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ. ഓക്കെ. അതായത് സിവിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ തമ്മിൽ ഇടപഴകുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ. അത് കസ്റ്റമറി ആയിരിക്കാം. അതായത് കാലാകാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായി കാലാകാലങ്ങളായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ എഴുതപ്പെട്ട ഈ ട്രീറ്റ് മുഖേന അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ മുഖേന ഒക്കെ വന്ന കുറച്ച് നിയമങ്ങളായിരിക്കാം. ഓക്കെ. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒരു മൾട്ടിലാറ്ററൽ ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ഓക്കെ. അതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഇന്റർനാഷണൽ ലോ ഇസ് ക്രിയേറ്റഡ് ത്രൂ വേരിയസ് സോഴ്സസ്. അപ്പൊ എന്തൊക്കെയാണ് സോഴ്സസ് ഇന്റർനാഷണൽ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്നത്തെയാണ് കസ്റ്റം. The oldest source based on consistent and general state practices that became obligatory. Elements include duration, continuity and generality. അപ്പം കസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് കാലാകാലങ്ങളായി ഈ പറയുന്ന ചില രാജ്യങ്ങൾ തമ്മിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പം അതെന്തായി കാലത്തിനനുസരിച്ച് അതായത് ഇത്രയും വർഷങ്ങളായി നമ്മൾ കണ്ടുപിടിച്ച ഒരു കസ്റ്റമറി രീതി വന്നൊരു സംഭവമാണ്. അപ്പം അതെന്ത് ചെയ്തു? ഭാവിയിൽ അതങ്ങ് ഒരു നിയമം പോലെ അതൊരു ഒരു ഒരു ലോ പോലെ ഒരു എഴുതപ്പെടാത്ത ഒരു ലോ പോലെ അവർ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യയും USSR തമ്മിൽ വളരെ പണ്ട് അതായത് ഇന്ത്യ ഫോം ആവുന്ന കാലം തൊട്ട് തന്നെ ഇന്ത്യ USSR തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന USSR ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയിട്ടും ഇന്ത്യ ആരുമായിട്ട് നല്ല ബന്ധം പുലർത്തി? അതിന്റെ സക്സസർ ആയിട്ട് വന്ന റഷ്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തി. അതെന്താണ്? അതൊരു കസ്റ്റമറി പ്രാക്ടീസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഓക്കെ. കാരണം നമുക്ക് അതിനകത്തൊരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്. നമുക്ക് ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയയുമായിട്ട് ഇന്ത്യ കുറെ അലൈൻഡ് ആയിരുന്നു. അപ്പൊ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആയ USSRമായിട്ടും ഇന്ത്യ നല്ല ബന്ധം പുലർത്തി. ഓക്കെ. അല്ലെങ്കിൽ ഈ കസ്റ്റമറി ഒരു ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്ന അത് പിന്നീട് ലോ ആയ ഒരു കാര്യം പറയുകയാണെങ്കിലാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്ലോമാറ്റ്സിന്റെ കാര്യം. ഓക്കെ. അപ്പം ഈ ഡിപ്ലോമാറ്റ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ
ഈ ഡിപ്ലോമാറ്റ്സിനെ ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഈ പാകിസ്ഥാനിലൊക്കെ എന്തുണ്ട്, ഇന്ത്യൻ എംബസി ഉണ്ടാവും അല്ലെ? പാകിസ്ഥാനിലൊക്കെ ഇന്ത്യൻ എംബസി ഉണ്ടാവും, ഫ്രാൻസിലും ചൈനയിലൊക്കെ ഈ പറയുന്ന ഇന്ത്യൻ എംബസി ഉണ്ടാവും. അപ്പൊ നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണ്, ഓക്കെ, ഇപ്പം ഗൽവാൻ വാലി ക്രാഷ് നടന്നു, ഇപ്പം ഇന്ത്യയിലും ചൈനയിലും എന്തായി, പട്ടാളക്കാർ ഒരുപാട് പേര് മരണപ്പെട്ടു, അപ്പൊ ഇതിന്റെ കൊല്ലപ്പെട്ടു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൽവാൻ വാലി ക്ലാഷ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലുള്ള ഫോറിൻ ഡിപ്ലോമാറ്റിനെ അറസ്റ്റ് ചെയ്തോ? ഇന്ത്യക്കാരനായ ഒരു ഡിപ്ലോമാറ്റ് അല്ലേ ചൈനയിലുള്ളത്. അപ്പം ചൈനീസ് മിലിറ്ററി ഇന്ത്യക്കാരനായ ഡിപ്ലോമാറ്റിനെ അറസ്റ്റ് ചെയ്തു? ഇല്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അറസ്റ്റ് ചെയ്യാൻ ഇന്റർനാഷണൽ ലോ സമ്മതിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്റർനാഷണൽ ഒരു വേറൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കൺട്രിയുടെ ഒഫീഷ്യലായ ഒരാളെ, ഓക്കെ, അതായത് നമ്മൾ ഈ ചാരന്മാരെയൊക്കെ എസ്പിയോണൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പൈസിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഡിപ്ലോമാറ്റ്സിനെ പോലെ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസിനെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ ഒരു ലോ ഉണ്ട്. ഓക്കെ, ഒരു ലോ ഉണ്ട്. ഇത് കോഡിഫൈ ആവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു കസ്റ്റമർ പ്രാക്ടീസ് ആണ്. അതായത് ബാക്കിയുള്ള രാജ്യങ്ങൾ വേറൊരു രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന മീൻസ് ഒഫീഷ്യൽ ജോലികൾ, ഒരു രാജ്യത്തിന്റെ ഒഫീഷ്യൽ ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ആ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഓൾറെഡി ഇങ്ങനെ ഒരു കസ്റ്റമറി സാധനമുണ്ട്. അത് പിന്നീടാണ് കോഡിഫൈ ചെയ്ത് അതൊരു നിയമമായി ഒരു ഇന്റർനാഷണൽ ലോ ആയിട്ട് വരുന്ന ഒരു വിയന്ന കൺവെൻഷൻ ആണ് നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്താണ് ട്രീറ്റീസ്, ഫോർമൽ അഗ്രിമെന്റ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് embodying express consent can be general, open to many states, or particular bilateral, limited in scope, governed by principles like pactas and servanda, sanctity of contracts. The Vienna Convention codifies treaty law. ഓക്കെ, അപ്പൊ ട്രീറ്റീസ് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു അഗ്രിമെന്റ് ആണ്. ട്രീറ്റി പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫോർമൽ അഗ്രിമെന്റ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഫോർമൽ അഗ്രിമെന്റ് ആണ്. ഒരു രീതിയിൽ ഇതൊരു ലീഗലി ബൈൻഡിങ് അഗ്രിമെന്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഈ പറയുന്ന ട്രീറ്റി എന്താകാം, ഒരു മൾട്ടിലാറ്ററൽ ആകാം, അതായത് ഒരുപാട് അല്ലെങ്കിൽ ഓപ്പൺ ആകാം, അതായത് ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്നത്. അതായത് നമ്മളിപ്പം UNFCCയിൽ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ പഠിച്ചു, അതായത് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫോറം ഫോർ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യമൊക്കെ പഠിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രീറ്റീസ് വന്നിട്ടുണ്ട് അല്ലേ? ഈ പാരീസ് ട്രീറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ ഓപ്പൺ ട്രീറ്റിയാണ്. പാരീസ് ട്രീറ്റിയിലെ ഭാഗമാകാൻ പല രാജ്യങ്ങൾക്കും സാധിക്കും. ഓക്കെ, പക്ഷേ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ചൈനയ്ക്ക് ഒന്നും ഇടപെടാൻ പറ്റില്ല. അതെന്താണ്, അതൊരു ബൈലാറ്ററൽ ട്രീറ്റിയാണ്. ഓക്കെ, അടുത്താണ് വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിയന്ന കൺവെൻഷൻ 1969 ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ വിയന്ന കൺവെൻഷനെ നമ്മൾ UN കമ്മീഷൻ ഫോർ ലോ എന്നും വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ UN ലോ കമ്മീഷൻ എന്ന് നമ്മൾ വിയന്ന കമ്മീഷനെ വിളിക്കാറുണ്ട്. ഓക്കെ, ബുക്കുള്ളവർ ചുമ്മാ എഴുതി വെച്ചു. ഓക്കെ, UN ലോ കമ്മീഷൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പം ഈ വിയന്ന കൺവെൻഷൻ 1969 എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് ഒരു രാജ്യങ്ങൾ തമ്മിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഒക്കെ എഴുതുമ്പോൾ പാലിക്കേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഓക്കെ, ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തീരുമാനിച്ചത് ഈ പറയുന്ന വിയന്ന കൺവെൻഷൻ ആണ്. ഓക്കെ, അതായത് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ആ അഗ്രിമെന്റിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, ഒരു ജനറൽ ആയിട്ട് വരുന്ന ഒരു ട്രീറ്റി സൈൻ ചെയ്യുമ്പോൾ, രണ്ട് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഓപ്പൺ ആയ ഒരു ട്രീറ്റിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് ഉണ്ടാകണം, എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല, എങ്ങനെ വേണം ഇത് സൈൻ ചെയ്യാൻ എന്ന രീതിയിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു SOP, ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഫോർമുലേറ്റ് ചെയ്ത കൺവെൻഷൻ ആണ് വിയന്ന കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 1969 നടക്കുന്നത്. ഓക്കെ, UN ലോ കമ്മീഷൻ എന്നും വിയന്ന കൺവെൻഷനെ പറയാറുണ്ട്. ഓക്കെ, General principles of law recognized by civilized nations. These principles ensure justice and fairness, such as res judicata, finality of judgment, and equity. Okay, അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ എന്താണ് പറയുന്നത്? ഇത് കുറച്ചും കൂടെ എന്താണ് ഈ പറയുന്ന ജുഡീഷ്യൽ ആസ്പെക്റ്റിൽ നിന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അതായത് ജസ്റ്റിസ്, ഫെയർനെസ്, ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതായത് ഈക്വൽ ആയിട്ട് ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള നിയമങ്ങൾ വേണം ഈ പറയുന്ന ജനറൽ പ്രിൻസിപ്പിൾസിൽ ഉണ്ടാവുക എന്നാണ് ഈ പറയുന്ന ഒരു പോയിന്റ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒരു കുറച്ച് പോയിന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, നിങ്ങളുടെ എക്സാമിൽ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. അടുത്ത ജുഡീഷ്യൽ ഡിസിഷൻ, സബ്സിഡിയറി മീൻസ് ഓഫ് ഡിറ്റർമൈനിങ് റൂൾസ് ഓഫ് ലോ, ഡിസിഷൻ ബൈൻഡിങ് ഓൺലി ഓൺ ദ പാർട്ടീസ് ഇൻവോൾവ്ഡ്. ഓക്കെ, അതായത് ഒരു ട്രീറ്റി സൈൻ ചെയ്ത് അതിനകത്ത് പാർട്ടി ആയിട്ടുള്ള രാജ്യങ്ങൾ പാലിക്കേണ്ടത് ലീഗലി ബൈൻഡിങ് ആയ ഒരു ഡോക്യുമെന്റ് ആണ്. ലീഗലി ബൈൻഡിങ് ആണല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലീഗലി അവര് ഒരു റൂൾ ഓഫ് ലോയുടെ ഭാഗമായിട്ട് അവരെ ബാധിക്കുന്ന കുറച്ച് നിയമങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറിക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന സ്കോപ്പ് ഉണ്ടാകാം. ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന ഇന്റർനാഷണൽ ലോയിലെ ഒരു കുറച്ച് പോയിന്റ്സ് ആണ്. ഓക്കെ, റൈറ്റിംഗ്സ് ഓഫ് ജൂറിസ്റ്റ്, സ്കോളർലി വർക്ക്സ് യൂസ്ഡ് ആസ് ലാസ്റ്റ് റിസോർട്ട് ടു എലുസിഡേറ്റ് റൂൾസ് ഓഫ് ഇന്റർനാഷണൽ ലോ. ഓക്കെ, അതായത് ചില സ്കോളേഴ്സിന്റെ വർക്ക് എന്ത് ചെയ്യാറുണ്ട്,
ഇന്റർനാഷണൽ ലോയുടെ ഫൈനൽ വേർഡ് ആയിട്ട് വെക്കാറുണ്ട്. ഇപ്പം അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതുണ്ടോ, ഹ്യൂഗോ ഗ്രോഷ്യസ്. ഹ്യൂഗോ ഗ്രോഷ്യസിനാണ് ഇന്റർനാഷണൽ ലോയുടെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ലോയുടെ പിതാവ് എന്ന് പറയുന്നതാണ് ഹ്യൂഗോ ഗ്രോഷ്യസ്. പുള്ളി എഴുതിയ ബുക്കാണ് ഈ പറയുന്ന ഡേ ജൂറെ ബെലി പാസിസ്, അല്ലെങ്കിൽ 1625 ആ ബുക്ക് എഴുതുന്നത്. ആ ബുക്കിന്റെ പേര് ഡേ ജൂറെ ബെലി പാസിസ്. ഓക്കെ, അപ്പൊ ഹ്യൂഗോ ഗ്രോഷ്യസിനാണ് ഇന്റർനാഷണൽ ലോയുടെ പിതാവ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതർ ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്നാണ്. ഓക്കെ, സോറി, ഓൺ ദ ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദ ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്ന് പറയുന്നത്. ഇന്നും ഇന്റർനാഷണൽ ലോയുടെ ഒരു മാഗ്നം ഓപ്പസ് എന്ന് പറയുന്ന ബുക്ക് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഈ ബുക്കാണ്. ഓക്കെ, 1625 ഹ്യൂഗോ ഗ്രോഷ്യസ് എഴുതിയ ബുക്കാണ് ഇന്റർനാഷണൽ ലോയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് റൈറ്റിംഗ് ഓഫ് ടൂറിസ്റ്റ്. അതിനൊരു പ്രൈമറി എക്സാമ്പിൾ തന്നെയാണ് ഈ പറയുന്ന ഹ്യൂഗോ ഗ്രോഷ്യസിന്റെ ബുക്ക്. ഓക്കെ, equity, consideration of fairness and reasonableness, though not explicitly listed as source by the ICJ statute. ICJ statute എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് ICJ statute എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ICJ സ്റ്റാറ്റ്യൂട്ട് വെച്ചിട്ടുള്ള കുറച്ച് ലിസ്റ്റ് ഉണ്ട്. അപ്പം ഇവർ ഫോളോ ചെയ്യേണ്ട രീതികളെ കുറിച്ചാണ്. ഓക്കെ, അതായത് കൺസെപ്റ്റബിൾ ആയിട്ട് ഈക്വലി വളരെ ഫെയർഫുള്ളി വേണം എല്ലാ രാജ്യങ്ങളും. ഒരു പവർഫുൾ ആയ രാജ്യമെന്നോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് രാജ്യമെന്നോ ഒരു തരത്തിലുള്ള വേർതിരിവ് ഇന്റർനാഷണൽ ലോയിൽ ഉണ്ടാവരുത് എന്നൊരു ഐഡിയ ആണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Resolution of General Assembly, important for the development and codification of international law through instruments like Universal Declaration of Human Rights and other key resolutions. Okay, അല്ലെങ്കിൽ ഇപ്പം ജനറൽ അസംബ്ലി പാസ് ചെയ്ത് നമ്മൾ UDHR കുറിച്ച് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പം ഈ റെസൊല്യൂഷൻസ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ലോസിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തുകയാണ്. അല്ലേ? അതായത് കുറെ രാജ്യങ്ങൾ കൂട്ടമായി UN പോലെ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ ഈ UDHR പോലെ ഡോക്യുമെന്റ്സ് അപ്രൂവ് ചെയ്ത് വിടുകയാണ്. അപ്പം ഇതൊക്കെ എന്താകുന്നുണ്ട്, ലോകത്ത് ഉണ്ടാവുന്ന ഇന്റർനാഷണൽ ലോസ് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഈ റെസൊല്യൂഷൻസിൽ. ഈ റെസൊല്യൂഷൻസ് ഒക്കെ എന്തിനാണ് വരുന്നത്? ഈ പറയുന്ന പോലെ ഇക്വിറ്റി ഉണ്ടാവാനും ഫെയർനെസ് ഉണ്ടാവാനും ഒക്കെയാണ് പാസ്സായി വരുന്നത്. ഓക്കെ, അടുത്താണ് ആർട്ടിക്കിൾ 38 ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ICJയുടെ ആർട്ടിക്കിൾ 38 എന്ത് പറയുന്നത്? ഫൗണ്ടേഷണൽ പ്രൊവിഷൻ ഡിഫൈനിങ് ദ സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ലോ ദ കോർട്ട് അപ്ലൈസ്. അതായത് ICJയുടെ ഈ പറയുന്ന ഇന്റർനാഷണൽ ലോയുടെ ഒരു ബേസിക്സ് പറയുന്നതാണ് ആർട്ടിക്കിൾ 38. ഓക്കെ, ഇതാണ് കാരണം നമ്മൾ നേറ്റോടെ ഒരു ആർട്ടിക്കിൾ 5 നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇന്റർനാഷണൽ ICJയുടെ ഒരു ബേസിക്സ് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോയുടെ ബേസിക്സ് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 38 ഓക്കെ, ഇറ്റ് സെർവ്സ് ആസ് ദ അതോറിറ്റേറ്റീവ് എനുമറേഷൻ ഓഫ് ഇന്റർനാഷണൽ ലീഗൽ സോഴ്സസ്. ഓക്കെ, അതായത് ഇന്റർനാഷണൽ ഈ അന്താരാഷ്ട്ര രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉണ്ടാകുന്ന ഒരു ബേസിക് ഒരു ഐഡിയ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അടുത്താണ് ഹ്യൂഗോ ഗ്രോഷ്യസ്. ഹ്യൂഗോ ഗ്രോഷ്യസ് ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഇന്റർനാഷണൽ ലോയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഹ്യൂഗോ ഗ്രോഷ്യസ്. ഓക്കെ, ഹ്യൂഗോ ഗ്രോഷ്യസ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, ഹ്യൂഗോ ഗ്രോഷ്യസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം പുള്ളി എഴുതിയ ബുക്കാണ് ഡി ജൂറെ ബെലി പാസിസ്. 1625 എഴുതിയത്. ഓൺ ദ ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്നാണ് ഈ പറയുന്ന ബുക്കിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നും ഇന്റർനാഷണൽ ലോയുടെ ബേസിക് അല്ലെങ്കിൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഹ്യൂഗോ ഗ്രോഷ്യസിന്റെ ഈ ബുക്കാണ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് നാച്ചുറൽ ലോ എംഫസൈസിംഗ് റൂൾസ് റൂട്ടഡ് ഇൻ ഹ്യൂമൻ റീസൺ ആൻഡ് നാച്ചുറൽ ലോ. ഓക്കെ, അപ്പം ഹ്യൂഗോ ഗ്രോഷ്യസ് ആ ബുക്കിൽ പറയുന്നത് എന്താ പറഞ്ഞാൽ there is a natural law. അതായത് നമ്മൾ മനുഷ്യനായി ജനിച്ചോ അല്ലെങ്കിൽ മാനവരാശിയുടെ ഭാഗമായോ നമുക്ക് എന്തുണ്ട്, കുറച്ച് നാച്ചുറൽ ലോ ഉണ്ട്. ഓക്കെ, അതായത് മനുഷ്യനായി ജീവിക്കുമ്പോൾ ഒരു മൊറാലിറ്റിയുടെ ബേസിൽ നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ എന്നാണ് ഹ്യൂഗോ ഗ്രോഷ്യസിൽ ബേസിക്കലി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, എംഫസൈസിംഗ് റൂൾസ് റൂട്ടഡ് ഇൻ ഹ്യൂമൻ റീസൺ. അതായത് നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് എന്താണ്? റീസൺ ആണ്. ഓക്കെ, റീസണിങ് എബിലിറ്റി ആണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത്. അപ്പൊ ഹ്യൂഗോ ഗ്രോഷ്യസ് പറയുന്നത് റീസണിങ് എബിലിറ്റി ഉള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന മനുഷ്യനായി ജനിച്ചു പോയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ നാച്ചുറലി പാലിക്കേണ്ട കുറച്ച് എന്തുണ്ട്, നിയമങ്ങളുണ്ട്, എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ട്. ഓക്കെ, എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ട്.
ഒരാളെ വെറുതെ കയറി അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ എന്തുണ്ട്? ഈ പറയുന്ന ഒരു നിയമമുണ്ട്. ഓക്കെ, നിയമം എഴുതപ്പെടുന്ന ഒരു നിയമമാണ്. ഒരാൾ വഴി കൂടെ പോകുന്ന ഒരാളെ വെറുതെ കയറി കല്ലെറിയാം. അങ്ങനെ കല്ലെറിയാൻ പറ്റുമോ? പാടില്ല. അതാണ് പറയുന്നത്. നമുക്ക് എന്തുണ്ട്? നമുക്ക് മനുഷ്യർ റീസണിങ് എബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ വഴി കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു പട്ടി ചിലപ്പോൾ പെട്ടെന്ന് അഗ്രസീവ് ആയിട്ട് നമ്മളെ കയറി കടിക്കാം. ഓക്കെ, പെട്ടെന്ന് അഗ്രസീവ്, ഒരു കാരണം കൂടാതെ ഒരു പട്ടിക്ക് നമ്മളെ കയറി കിടക്കാം. അത് എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് കടിക്കുമോ പട്ടീനെ? ഇല്ല, തിരിച്ച് കടിക്കില്ല. കാരണം എന്താണ്? പട്ടിക്ക് റീസണിങ് എബിലിറ്റി കുറവാണ്, മനുഷ്യൻ റീസണിങ് എബിലിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ള മനുഷ്യൻ എന്ത് വേണം? ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിയമങ്ങൾ പാലിച്ച് വേണം ജീവിക്കാൻ എന്നാണ് ഹ്യൂഗോ ഗ്രേഷ്യസ് പറയുന്നത്. അതിന് എഴുതിയാലും എഴുതപ്പെട്ടാലും എഴുതിയാലും എഴുതപ്പെടാത്ത നിയമങ്ങളാണെങ്കിലും അത് പാലിച്ച് വേണം മുന്നോട്ട് പോകാനാണ് ഹ്യൂഗോ ഗ്രേഷ്യസ് നാച്ചുറൽ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് ഇന്റർനാഷണൽ ലോ, ഇസ് ഇറ്റ് ട്രൂ ലോ? ഓക്കെ, ഓസ്റ്റിൻസ് വ്യൂ. അപ്പൊ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു 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 പൊളിറ്റിക്കൽ തിങ്കറിന്റെ വ്യൂ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ലോ അത് ഒരു ട്രൂ ലോ ആയിട്ട് നമുക്ക് ഇന്റർനാഷണൽ ലോയിനെ പറയാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ കുറച്ച് തിയററ്റിക്കൽ പെർസ്പെക്ടീവ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ, കാരണം ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലോ ഇസ് നോട്ട് ട്രൂ ബിക്കോസ് ഇറ്റ് ലാക്സ് എ സോവറിൻ ലെജിസ്ലേറ്റീവ് അതോറിറ്റി ആൻഡ് സാങ്ഷൻസ് കൺസിഡർ റൂൾസ് ഓഫ് പോസിറ്റീവ് മൊറാലിറ്റി. അപ്പം ഓസ്റ്റിൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലോനെ ഒരു ട്രൂ ലോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു നിയമം വന്നു, അതായത് എന്താണ് ഫോഗ് ലാമ്പ് വെക്കാൻ പാടില്ല എന്ന് MBD ഒരു നിയമം കൊണ്ടുവന്നത് എന്താണ്? അത് നിയമമാണ് നമ്മുടെ നാട്ടിലല്ലേ. പക്ഷെ ഇന്റർനാഷണൽ ലോയുടെ കാര്യം എടുക്കുമ്പോൾ ഓസ്റ്റിൻ പറയുന്നതാണ് ഒരു നിയമം വന്നു, അതായത് രാജ്യങ്ങൾ തമ്മിലാണല്ലോ ഇന്റർനാഷണൽ ലോയുടെ ഒരു നിയമം ബാധകമാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിയമം വന്നു, അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ആയിട്ട് ഒരു ഓപ്പൺ നിയമം വന്നു. ഓക്കെ, UN റെസൊല്യൂഷൻ പാസ്സാക്കിയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്നു. ഓക്കെ, അപ്പം UDHR എന്തുണ്ട്? ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണ് UDHR, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന തടവ് പുള്ളികളെ, അതായത് വേറൊരു രാജ്യത്തിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കുന്ന തടവ് പുള്ളികളെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അവർക്ക് കൊടുക്കേണ്ട കുറച്ച് മര്യാദ ഉണ്ടെന്നൊക്കെ എന്താണ് പറയുന്നത്, ഇന്റർനാഷണൽ ലോയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പം ജീൻ ഓസ്റ്റിൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് പാലിക്കണം, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടണം എന്ന് അതിനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ലോകത്തിലൊരു സോവറിൻ ഇല്ല എന്നാണ് ഇന്റർനാഷണൽ ലോയുടെ കാര്യത്തിൽ ഓസ്റ്റിൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ലോകത്തിൽ ഇങ്ങനെ ഒരു നിയമം വന്നു. ഓക്കെ, ഇന്റർനാഷണൽ ലോയുടെ ഒരു കാര്യം പറയുന്നത് ഒരു നിയമം ഓപ്പൺ ആയിട്ട് വരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല UDHR ഹ്യൂമൻ റൈറ്റ്സിന്റെ കുറച്ച് നിയമങ്ങൾ വന്നു. ഓക്കെ, റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് UDHR വന്നു, ഇത് ലോകത്തിലുള്ള രാജ്യങ്ങളെല്ലാം പാലിക്കണമെന്ന് UN പറയുകയാണ്. പക്ഷെ ഇത് പറയാനേ പറ്റൂ എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നിർബന്ധിച്ച് കൊണ്ട് ഒരു രാജ്യത്തിനെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന കാര്യം ഒരു രാജ്യത്തിനെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഓസ്റ്റിൻ പറയുന്നത്. അതായത് അത് എന്തുകൊണ്ടാണ്? കാരണം ലോകത്തിന് മൊത്തമായിട്ട് സോവറിൻ ഇല്ല, അല്ലെങ്കിൽ ലോകത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭരണാധികാരി ഇല്ല. ഇപ്പം ഒരു നിയമം UN പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യ മെമ്പർ ആയതുകൊണ്ട് ഇന്ത്യയും അത് എന്താണ് ബൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യ അത് നിർബന്ധമായും ഫോളോ ചെയ്യണമെന്ന് ഈ പറയുന്ന ഫോളോ ചെയ്യണം എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ആർക്കും കഴിയില്ല എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. കാരണം ലോകത്തിന് മൊത്തമായി ഒരു സോവറിൻ ഇല്ല. സോവറിൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു ഭരണാധികാരി ഇല്ല. ഓക്കെ, UN അഭിപ്രായങ്ങൾ പറയാം, ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയാന്നല്ലാതെ UN ഇത് നിർബന്ധിച്ച് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ഒന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഈ പറയുന്ന ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന സാധനം പുള്ളി റൺ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൊറാലിറ്റിയിലാണ്. ഓക്കെ, മൊറാലിറ്റി എന്ന് പറയുന്ന ഐഡിയയുടെ, അതായത് ഇങ്ങനെ ഒരു സംഭവം വന്നു, അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ലൊരു മൊറാലിറ്റിയാണ്. നമ്മൾ നമ്മുടെ മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്റർനാഷണൽ ലോ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ അതിനെ ഒരു ട്രൂ ലോ അല്ലെങ്കിൽ ഒരു ശരിയായ ഒരു നിയമമായി അതിനെ കാണാൻ കഴിയില്ല എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. ഓക്കെ, അതിനെ ആര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്? സോഷ്യോളജിക്കൽ, ലീഗൽ റിയലിസവും ഹിസ്റ്റോറിക്കൽ സ്കൂൾസും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഓക്കെ, ഈ ഓസ്റ്റിൻ പറഞ്ഞ ഈ പോയിന്റിനെ ആര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്? സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് അല്ലെങ്കിൽ റിയലിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, റിയലിസത്തിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ റിയലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ആൾക്കാരും ഹിസ്റ്റോറിക്കൽ സ്കൂളിലുള്ള ആൾക്കാരും ഒക്കെ എന്ത് പറയുന്നുണ്ട്? അങ്ങനെയല്ല, ഓസ്റ്റിൻ പറയുന്നത് തെറ്റാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു സോവറിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ ലോ എല്ലാവരും കറക്റ്റായി ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ചില ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്രിട്ടിസിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഐഡിയ മനസ്സിലായോ? ഇതിന്റെ ഐഡിയ മനസ്സിലായാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ലോയുടെ ഓസ്റ്റിന്റെ വ്യൂ എന്തുകൊണ്ട് അത് ട്രൂ ലോ അല്ല എന്ന് ഓസ്റ്റിൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഓസ്റ്റിൻ അതൊരു ട്രൂ ലോ അല്ല, അല്ലെങ്കിൽ അതൊരു ശരിയായ ഒരു നിയമം എന്ന രീതിയിൽ ഇന്റർനാഷണൽ ലോയിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഓസ്റ്റിൻ? മനസ്സിലായെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം.
നമ്മൾ തിയറി പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പുഷ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ആയെന്ന് പറയൂ, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. ഒന്നുകൂടെ ഓക്കെ ഓക്കെ ഒന്നുകൂടെ പറഞ്ഞ. ഓക്കെ, അപ്പം ഓസ്റ്റിൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഇന്റർനാഷണലി എന്തുണ്ട്, നിയമങ്ങളുണ്ടോ, നാഷണൽ ലോ അല്ലെങ്കിൽ അവർ ഒരു സന്ധിയിൽ ഏർപ്പെടുമ്പോഴോ ട്രീറ്റിയിൽ ഏർപ്പെടുമ്പോഴോ എല്ലാം പാലിക്കേണ്ട കുറച്ച് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇന്റർനാഷണൽ ലോ എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പൊ മോസ്റ്റും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം, ഇപ്പൊ യു എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, UDHR UN എന്ത് ചെയ്തു, റെസൊല്യൂഷൻ ആയിട്ട് പാസ് ചെയ്തു. ഓക്കെ, യുണൈറ്റഡ് ഡിക്ലറേഷൻ ഓഫ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, UN നിന്ന് പാസ്സായി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് പാസ്സായി വന്നതിന് ശേഷം എന്താണ് UN പറയാണ്, ഇതൊരു ലീഗലി ബൈൻഡിങ് ഡോക്യുമെന്റ് ആണ്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇത് പാലിക്കണം എന്ന് പറയാണ്. പാലിക്കണം എന്ന് പറയാൻ മാത്രമേ കഴിയൂ എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു സാധനം എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ കാര്യത്തിനെ അടിച്ചേൽപ്പിച്ച് അതൊരു നിയമമായി അതിന് നിയമം എന്ന് പറയുമ്പോൾ എന്താണ്, നിയമം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത, ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിയമം നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം എല്ലാവരും പാലിക്കുന്നുണ്ടോ, എല്ലാ രാജ്യങ്ങളും യൂണിഫോമായി പാലിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാനായിട്ട് ലോകത്തിലൊരു സോവറിൻ ഇല്ല എന്നാണ് ആര് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഇല്ല എന്നാണ് ആര് പറയുന്നത്, ഓസ്റ്റിൻ പറയുന്നത്. സോവറിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഭരണാധികാരിയാണ് നമ്മൾ സോവറിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ലോകത്തിനെ മൊത്തം ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടോ, ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ലോ ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഒരുപോലെ യൂണിഫോം ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ ഒരു ഭരണാധികാരി ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലോയിനെ നമുക്ക് ട്രൂ ലോ ആയിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. ഓസ്റ്റിൻ പറയുന്നത് ഒരു പോസിറ്റീവ് മൊറാലിറ്റി ആണ്. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ധാർമ്മികത. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം വരുന്നു, UDHR ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന്മാരുടെ റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് UDHR. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ധാർമ്മികതയ്ക്ക് വില കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ധാർമ്മികതയ്ക്ക് നമ്മൾ കുറച്ചും കൂടെ ഊന്നൽ നൽകി നമ്മൾ ഇത് നടത്താം. ഓക്കെ, നമ്മൾ നടത്താം എന്ന് പറയുന്നത് അത് ഒരു മൊറാലിറ്റിയുടെ ബേസിക്കില് അല്ലെങ്കിൽ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിക്കിലാണ് ഇന്റർനാഷണൽ ലോ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. അല്ലാതെ ഇതിനെ ഒരു നിയമം എന്ന് നമുക്ക് പറയുന്നതിനാണ് ഓസ്റ്റിൻ എതിർക്കുന്നത്. ഓക്കെ, ഒരു നിയമം എന്ന് പറയുന്നതിനാണ് എതിർക്കുന്നത്. പുള്ളി കുറച്ചും കൂടെ യൂസ് ചെയ്യുന്ന വാക്കാണ് ഓസ്റ്റിൻ പറയുന്നത്, ഒരു മൊറാലിറ്റിയുടെ ബേസിൽ ഒരു ധാർമ്മികതയിലാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഫുള്ള് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്ന് ഈ ധാർമ്മികത തെറ്റുന്നോ അന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ടാവുന്നു, ധാർമ്മികതയിൽ ഉണ്ടാവുന്നതാണ് പ്രശ്നങ്ങളാണ്. ഓക്കെ, മൊറാലിറ്റിയിൽ ഉണ്ടാവുന്നതാണ് പ്രശ്നങ്ങളാണ് ഇത് നടക്കുക. വേറൊരു രാജ്യത്തിന്റെ സോവറിറ്റിയിൽ കയറി അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ധാർമ്മികതയാണ്. അതിനെ തെറ്റിച്ചാണ് US എന്ത് ചെയ്തത്, ഈ പറയുന്ന US ഇസ്രായേലും ഇറാനെ കയറി ആക്രമിച്ചത്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനെ അല്ലെങ്കിൽ സോവറിനെ കയറി ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വേറൊരു രാജ്യത്തിന്റെ ധാർമ്മികതയാണ്. അത് തെറ്റിച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്, അറ്റാക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ലോ അവിടെ ഇല്ലേ, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഓക്കെ, ഒരു എല്ലാ രാജ്യങ്ങളുടെയും സോവറിനിറ്റിയെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഓക്കെ, ഓൾറെഡി ഒരു ലോ ഉണ്ട്, ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, എല്ലാ രാജ്യത്തിന്റെയും സോവറിനിറ്റി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനെ എല്ലാ രാജ്യങ്ങളും ബഹുമാനിക്കണം. എന്നിട്ടും ഈ പറയുന്ന US കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ വെനസ്വേലയിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇറാനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇറാനിൽ പോയിട്ട് ആക്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താ, ലോ ഉണ്ടായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നില്ലേ. അപ്പൊ അതാണ് ഓസ്റ്റിൻ പറയുന്നത്, ഇതിന് ശരിയായ ഒരു നിയമം എന്ന് പറയാൻ കഴിയില്ല. ഇത് ബേസിക്കലി ധാർമ്മികതയാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള ധാർമ്മിക ലോ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ഇതൊരു ടൈപ്പിൽ മൊറാലിറ്റി ആണ് എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. കുറച്ചെങ്കിലും മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രിറ്റിസിസം ആണ് കസ്റ്റമറി ലോസ്. ഓക്കെ, ഇഗ്നോർഡ് ഇൻ ഓസ്റ്റിൻസ് ഡെഫിനിഷൻ. അപ്പൊ കസ്റ്റമറി ലോസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങൾ തമ്മിൽ പ്രാചീന കാലം തൊട്ടേ നടത്തിക്കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഓസ്റ്റിൻ എന്താണ് പറയുന്നില്ല. ഓസ്റ്റിന്റെ ഈ പറയുന്ന പോസിറ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്ന ഐഡിയയിൽ ഒന്നും പറയുന്നില്ല. അതാണ് മോറൽ ഒബ്ലിഗേഷൻ. ലോസ് ആർ ഓൾസോ ഫോളോ ഡ്യൂ ടു ഇന്നർ. ഓക്കെ, അതായത് നിയമങ്ങൾ എന്ന് പറയുന്നത് ആയിക്കോട്ടെ, അത് എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യപ്പെടുന്നത്, അത് ഫോളോ ചെയ്യപ്പെടുന്നതിന്റെ പുറത്താണല്ലേ. ധാർമ്മികത എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള നിയമങ്ങളിലും ധാർമ്മികത ബാധ്യസ്ഥമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ, ഓഡിബിൾ അല്ലേ?
ഓക്കെ, ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും ഉണ്ടെന്നാണ് ഹെൻറി മെയർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആകുന്നു. ഇപ്പം ക്ലിയർ ആണോ? ഇടയ്ക്ക് ബ്രേക്ക് ക്ലിയർ ആണോ? ഇടയ്ക്ക് ബ്രേക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? എന്താ പറയുക, ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ കുറച്ച് പരിപാടിയും കൂടെ നടക്കുകയാണ്. അപ്പം അതിന്റെ ഒരു ശബ്ദവും കൂടെ ഉണ്ടാവും. അതാണ് ഒരു ഇഷ്യൂ. ഓക്കെ, ഞാൻ കുറച്ച് recognition in practice. State recognizes international law and try to justify their action within its framework. Okay. അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ലോസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്രെയിംവർക്കിനുള്ളിൽ വെച്ച് തന്നെ പ്രവർത്തിക്കാനാണ് എല്ലാ സ്റ്റേറ്റും പരിശ്രമിക്കുക എന്നാണ് ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതായത് ഓസ്റ്റിൻ പറയുന്ന പോലെ ചുമ്മാ അവർക്ക് തോന്നി, അവർക്ക് ചെയ്ത് നല്ലതാണെന്ന് തോന്നി, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് തോന്നി എന്നും പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഒരു നിയമമായിട്ട് അതിനെ സ്റ്റേറ്റ് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഫ്രെയിംവർക്കിനുള്ളിൽ, ആ നിയമത്തിന്റെ ഫ്രെയിംവർക്കിനുള്ളിൽ തന്നെയാണ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് എന്നാണ് വേറൊരു ക്രിറ്റിസിസവും പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഐഡിയ ആണ്. അതായത് ഇന്റർനാഷണൽ ലോ എന്ന് നമുക്ക് ഒരു ലോയിനെ നമുക്ക് അങ്ങനെ ഇന്റർനാഷണൽ ലോ എന്ന് നമുക്ക് മൊത്തത്തിൽ വിളിക്കാൻ കഴിയില്ല. കാരണം അതിനെ മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു സോവറിൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഇല്ല. രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്, ധാർമ്മികതയുണ്ട്. അതിന്റെ ബേസിൽ അവരിത് കാത്തു സൂക്ഷിച്ചു പോകുന്നു. ഈ ധാർമ്മികത എന്ന് തെറ്റുന്നോ അന്ന് അവിടെ കലഹം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഫ്ലിക്ട് ഉണ്ടാവും. ഓക്കെ, Holland's remark described international law as the vanishing point of jurisprudence, implying its lack of sovereign authority and sanctions. ഇത് ഈ ഓസ്റ്റിൻ പറഞ്ഞ സെയിം കാര്യമാണ്. ഓക്കെ, അതായത് വാനിഷിംഗ് പോയിന്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് ഹോളണ്ട് പറയുന്നത്. ഈ സെയിം കാര്യം തന്നെയാണ്. അതായത് എന്താണ്, ഇപ്പം ഒരു സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു ജുഡീഷ്യറിയോ ഈ ICJ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. അതിനെ നമുക്കൊരു എല്ലാ രാജ്യങ്ങളെയും ഈ പറയുന്ന രീതിയിൽ ഇംപ്ലൈ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു ഓർഗനായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പം സോവറിൻ അതോറിറ്റി ഇല്ല, അല്ലെങ്കിൽ സാങ്ഷൻസ് കൊണ്ടുവരാൻ ഒരു സോവറിൻ അതോറിറ്റി ഇല്ല എന്നതാണ് ഇന്റർനാഷണൽ ലോയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഹോളണ്ടും പറയുന്നത്. Whether international law is a weak law. Okay, Stark's view. Lack of effective executive authority. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെ, നോ സെൻട്രലൈസ്ഡ് ബോഡി ടു എൻഫോഴ്സ് ഇന്റർനാഷണൽ റൂൾസ്. അതായത് ഈ പറഞ്ഞ നമ്മൾ UN കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു വലിയ പോരായ്മ നമ്മൾ തന്നെ പല എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. UN എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് രാജ്യങ്ങൾക്ക് അതിന്റെ പാർട്ട് ആണെങ്കിലും അവർക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഇന്റർനാഷണൽ ലോയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇന്റർനാഷണലി എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ ഇടപെടാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഇടപെടുന്ന പോട്ടെ അത് പരിഹരിക്കാൻ കഴിയുന്നു എന്നൊക്കെയാണ് ചോദ്യം നിലനിൽക്കുന്നത്. ഓക്കെ, അതാണ് ഇതിനകത്തൊരു വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, എഫക്റ്റീവ് ആയ ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റി ഇല്ല. ഇന്റർനാഷണൽ ലോ കറക്റ്റ് ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളെല്ലാം എല്ലാ രാജ്യങ്ങളും പാലിക്കുന്നുണ്ടോ എന്നൊക്കെ എന്താണ് അതിനെ സൂപ്പർവൈസ് ചെയ്ത് പോകാൻ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ലെന്നാണ് ഒരു പോരായ്മയായിട്ട് പറയുന്നത്. ഗ്രേറ്റർ അൺസർട്ടൈനിറ്റി. റൂൾസ് ആർ ഓഫ്റ്റൻ ആംബിഗ്യൂസ് ആൻഡ് റിലേ ഓൺ സ്റ്റേറ്റ് കൺസെന്റ്. ഓക്കെ, അതായത് എന്താണ് ഈ പറയുന്ന നിയമങ്ങൾ എന്താണ്, സ്റ്റേറ്റിന്റെ കൺസെന്റിനെ, ഇപ്പൊ സ്റ്റേറ്റ് കൺസെന്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് അനുമതി കൊടുത്തില്ല, ഇങ്ങനെ ഒരു നിയമം UN പാസ്സാക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യ പറയാണ് ഇല്ല, ഞങ്ങൾക്ക് ഇത് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഞങ്ങൾക്ക് എക്കണോമിക്കലി ഇതൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാൻ ഇത്ര ആക്രമിക്കുന്നതാണ്, അപ്പൊ അവരോട് നന്നായിട്ട് പെരുമാറുന്നത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയണം. അപ്പൊ സ്റ്റേറ്റിന്റെ കൺസെന്റിനെ ബാധിച്ചിട്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ലോ ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമം ഉണ്ടാക്കി അത് ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര സംഘടനകൾക്ക് എന്തില്ല, അധികാരമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗ്ലോബലിനെ മൊത്തം സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സോവറിൻ അല്ലെങ്കിൽ ഭരണാധികാരി ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, ലാക്ക് ഓഫ് എഫക്റ്റീവ് സാങ്ഷൻസ്. എൻഫോഴ്സ്മെന്റ് മെക്കാനിസംസ് ആർ വീക്ക്, ലീഡിംഗ് ടു ഫ്രീക്വന്റ് വയലേഷൻസ്. അതായത് ഈ സാങ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു, ഉപരോധങ്ങൾ. ഇപ്പം ഈ രീതിയിൽ ഇപ്പം എന്താണ്, ഈ UN രാജ്യം ഈ പറയുന്ന UDHR ലംഘിച്ചു, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഒരു വയലേഷൻ നടത്തുകയാണ്. അപ്പം അവർക്കെതിരെ എന്തെടുക്കണം, ആക്ഷൻ എടുക്കാൻ UN എന്തുണ്ട്, അതോറിറ്റി ഉണ്ട്. പക്ഷെ UN എന്ത് ചെയ്യുന്നു, UN വളരെ വീക്കായി പോയ ഒരു ഏജൻസി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എഫക്റ്റീവ് ആയ ഒരു നടപടിയും എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നു, UN ഒന്നും ചെയ്യില്ല, ആരും ഇന്റർനാഷണൽ ലോയോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്ന രീതിയിൽ പല രാജ്യങ്ങളും ചെയ്ത് കൂട്ടുന്നു. ഓക്കെ, പല രാജ്യങ്ങളും പല പ്രശ്നങ്ങളും ചെയ്യുന്നു. അതിന് പ്രൈമറി എക്സാമ്പിൾ ഇപ്പം നടക്കുന്ന യുദ്ധവും, ഇപ്പൊ പാലസ്തീൻ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ്, പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റും, ഇപ്പം ഇറാനിൽ നടക്കുന്ന യുദ്ധവും, അല്ലെങ്കിൽ ഇപ്പൊ സൗത്ത് സുഡാനിലൊക്കെ നടക്കുന്ന ജനസൈഡ് പോലെയുള്ള നടക്കുന്ന സിവിൽ വാറുകളും എല്ലാം ഈ പറയുന്ന വയലേഷൻസ് ആണ്, ഇന്റർനാഷണൽ ലോയിനെ ഭേദിച്ച് നടക്കുന്ന വയലേഷൻസ് ആണ്. ഓക്കെ, ഈ വയലേഷൻസ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്തായിട്ടാണ് പറയുന്നത്, ഇതിനെ എല്ലാം സൂപ്പർവൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യേണ്ട മെക്കാനിസംസ് ആയ UN പോലെയുള്ള മെക്കാനിസംസ് എന്താണ്, വീക്കാണ്, അല്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലൊക്കെ എന്താണ്, വീക്കാണ്. അതുകൊണ്ടാണ് ഈ വയലേഷൻസ് പിന്നെയും നടക്കുന്നത് എന്നാണ് ഇന്റർനാഷണൽ ലോയുടെ സ്റ്റാർക്കിന്റെ ഒരു വ്യൂ പോയിന്റ്. ഓക്കെ, failure to maintain order and peace. International law has struggled to prevent conflicts and maintain global peace.
ഗ്ലോബൽ പീസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്റർനാഷണൽ ലോ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്, പല പല നിയമങ്ങൾ, ഈ പറഞ്ഞ ട്രീറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പല പല ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ എന്ത് കഴിയുന്നില്ല, ഈ പറയുന്നതിനൊന്നും ഒരു രാജ്യത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നു ബേസിക്കലി. ഓക്കെ, അതായത് ഈ പറഞ്ഞ ലോകത്തിന്റെ മൊത്തം സമാധാനവും സ്റ്റെബിലിറ്റി ഒന്നും കാത്തു സൂക്ഷിക്കാൻ ഇവർക്കൊന്നും കഴിയുന്നില്ല എന്നതാണ് സത്യം. തിയറീസ് ഓൺ ദ ബേസിസ് ഓഫ് ഇന്റർനാഷണൽ ലോ. നാച്ചുറലിസ്റ്റ് തിയറി, പ്രൊപ്പോണന്റ് ഗോഷ്യസ് ബിഫോണ്ടോർ വാറ്റേൽ. ഓക്കെ, നാച്ചുറലിസ്റ്റ് തിയറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, പറഞ്ഞത്. അതായത് നിങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ചു, നേച്ചറിൽ ഒരു പാർട്ടായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾക്ക് വരുന്ന കുറച്ച് എന്തൊക്കെയുണ്ട്, കുറച്ച് നിയമങ്ങൾ നിങ്ങളെ ബൈൻഡ് ചെയ്ത് നിങ്ങളൊരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ വരുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ സൊസൈറ്റിയിൽ പീസും സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ സമാധാനം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണോ തിയറീസ്? ഈ തിയറീസ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓസ്റ്റിന്റെ വ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു അസേർഷൻ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം പോസിറ്റിവിസ്റ്റ് തിയറി, നാച്ചുറലിസ്റ്റ് തിയറി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കണമെന്നില്ല. ഓക്കെ, ചോദിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, അതായത് ഒരു അസേർഷൻ തരുന്നു, ഒരു റീസൺ തരുന്നു. ഓക്കെ, അപ്പം ഹ്യൂഗോ ഗ്രോഷ്യസിന്റെ പേര് പോലും ഉണ്ടാവില്ല. അതായത് ലോ ബേസ്ഡ് ഓൺ നാച്ചുറൽ ലോ ഇസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലോ ഡിറൈവ്ഡ് ഫ്രം ഗോഡ്, റീസൺ ഓർ മോറൽസ്. അപ്പം റീസൺ ആയിട്ട് അതിന് വേറൊരു കാര്യവും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പം അത് രണ്ടും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ആ അസേർഷൻ ഇത് റീസൺ കറക്റ്റ് ആണോ എന്ന രീതിയിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ് ഓസ്റ്റിന്റെ ചോദ്യം. നമ്മൾ ഈ ഇന്ന് തന്നെ മാക്സിമം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് നാച്ചുറൽ തിയറി എന്താണ്, പോസിറ്റിവിസ്റ്റ് തിയറി എന്താണെന്ന് പറഞ്ഞ് ഇതിൽ ചോദിക്കാം. നിങ്ങൾക്ക് തിയറീസ് സെപ്പറേറ്റ് ആയിട്ട് വേറെ കുറച്ച് റിയലിസം ഐഡിയലിസം ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എന്താണ് നാച്ചുറൽ തിയറി എന്നും ഓക്കെ എന്താണ് ഓസ്റ്റിന്റെ ഈ പറയുന്ന ഗ്ലോബൽ സോവറിൻ ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു കാര്യത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലോ ഇസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലോ ഡിറൈവ്ഡ് ഫ്രം ഗോഡ്, റീസൺ ഓർ മോറൽസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വഴി കൂടെ പോകുമ്പോൾ ഒരു പട്ടി നിങ്ങളെ കടിച്ചു, പക്ഷെ നിങ്ങൾ ആ പട്ടിയെ തിരിച്ച് കടിക്കോ? കടിക്കില്ല. എന്തുകൊണ്ടാണ്? പട്ടിയെ കാട്ടി റീസണിങ് അബിലിറ്റി നിങ്ങൾക്ക് കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, റീസണിങ് അബിലിറ്റി നിങ്ങൾക്ക് കൂടുതലായതുകൊണ്ടാണ്. നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് റീസണിങ് അബിലിറ്റി കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, അത് തന്നെയാണ് ഈ പറയുന്ന ഗ്രോഷ്യസും പറയുന്നത്. അതായത് മനുഷ്യൻ റീസണിങ് അബിലിറ്റി ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കണക്കന്നെ ഈ ഒരു നാച്ചുറൽ, അതായത് പുള്ളി പറഞ്ഞ് ദൈവത്തിൽ നിന്നായാലെന്നൊക്കെയാണ് ഇപ്പൊ പുള്ളി പറഞ്ഞത്. ഓക്കെ, ദൈവവും പറയുന്ന റീസണിങ് മൊറാലിറ്റിയും ഒക്കെയാണ് നാച്ചുറൽ ലോയുടെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ധാർമ്മികതയുടെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന റീസണിങ് അബിലിറ്റി ഉള്ള മനുഷ്യൻ ഈ പറയുന്ന സൊസൈറ്റിയിൽ സമാധാനവും സന്തുലിതാവസ്ഥയും ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ പറയുന്ന നിയമങ്ങൾ പാലിച്ചു വേണം ജീവിക്കാൻ എന്നാണ് നാച്ചുറൽ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഒന്നും നോക്കണ്ട. പോസിറ്റീവ് തിയറി, ലോ ഇസ് ബേസ്ഡ് ഓൺ ദ കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ പോസിറ്റീവ് തിയറി എന്താണ് പറയുന്നത്? കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അത് ഒരു നിയമം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഉണ്ടാക്കി എടുക്കുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കൺസെന്റോട് കൂടെ മാത്രമാണ് ഒരു നിയമം, എല്ലാ നിയമങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സമാധാനവും സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പോസിറ്റീവ് തിയറിയിൽ പറയുന്നത്. എന്തിൽ കൂടെ? ഈ പറയുന്ന കസ്റ്റമറി പ്രാക്ടീസസിൽ കൂടെ ആവാം, അല്ലെങ്കിൽ ട്രീറ്റീസിൽ കൂടെ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ലോസ് എന്താണ് പാസ്സായി വരുന്ന ലോസിലൂടെ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, പോസിറ്റീവ് തിയറി പറയുന്നത് അതാണ്. അടുത്താണ് എക്ലക്റ്റിക് തിയറി. എക്ലക്റ്റിക് തിയറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന നാച്ചുറലിസ്റ്റും പോസിറ്റീവ് തിയറിയുടെ ഒരു കോമ്പിനേഷൻ ആണ് എക്ലക്റ്റിക് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. കാരണം നിങ്ങൾ ഈ ഓസ്റ്റിന്റെ വീനെ കുറിച്ച്, അതായത് ഗ്ലോബലി ഒരു സോവറിൻ ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നേരത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് പക്ഷെ ഈ ഓസ്റ്റിന്റെ പേരും കാര്യം ഒന്നും ആ ക്വസ്റ്റിനകത്തില്ല. ഓക്കെ, ആ പേരും കാര്യം ആരാണ് പറഞ്ഞതെന്നോ ആരുടെ ക്രിറ്റിസിസം ഒന്നുകൂടി പ്രീവിയസ്ലി ആരുടെ ക്രിറ്റിസിസം ആണോ എന്നുള്ള കാര്യമൊന്നും ആ ക്വസ്റ്റിനകത്തില്ല. ജസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഗ്ലോബൽ സോവറിന്റെ ഒരു കാര്യം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് കുറച്ച് ട്രീറ്റീസ് ആണ്. നമ്മൾ ട്രീറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ട്രീറ്റീസ് നോക്കിയതാണ് ഓൾറെഡി. നമ്മൾ മൂൺ ട്രീറ്റിയും അറ്റ്ലാന്റിക് ട്രീറ്റിയും കാര്യങ്ങളും അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ട്രീറ്റീസ് എല്ലാം നോക്കിയാണ്. അപ്പൊ അതിനകത്തൊന്നും പെടാത്ത കുറച്ച് ട്രീറ്റീസും പിന്നെ നമ്മൾ ഓൾറെഡി നോക്കിയ കുറച്ച് ട്രീറ്റീസും ആണ് ഇതിനകത്തുള്ളത്. ആദ്യത്തെയാണ് 1919 ട്രീറ്റി ഓഫ് വേഴ്സൈലസ്. ട്രീറ്റി ഓഫ് വേഴ്സൈലസ് എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ 1 എൻഡ് ചെയ്ത ട്രീറ്റിയാണ് നമ്മൾ ട്രീറ്റി ഓഫ് വേഴ്സൈലസ് എന്ന് പറയുന്നത് 1919. ഓക്കെ, വേൾഡ് വാർ 1 എൻഡ് ചെയ്ത ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വേഴ്സൈലസ്. അടുത്താണ് 1920 ട്രീറ്റി ഓഫ് ട്രയനൺ. റീഡ്രൂ ബൗണ്ടറീസ് ഇൻ സെൻട്രൽ യൂറോപ്പ്, സിഗ്നിഫിക്കന്റ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് യൂറോപ്യൻ ഹിസ്റ്ററി പോസ്റ്റ് വേൾഡ് വാർ. അതായത് വേൾഡ് വാർ 1 ശേഷം ഈ പറയുന്ന സെൻട്രൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളുടെ
അതിർത്തി നിശ്ചയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ട്രയാൻഗിൾ എന്ന് പറയുന്നത്. അടുത്താണ് കെലോഗ് ബ്രിയാൻഡ് പാക്ട് 1928. ഓക്കെ, ആൻ ഇന്റർനാഷണൽ അഗ്രിമെന്റ് അറ്റംപ്റ്റിംഗ് ടു പ്രിവെന്റ് വാർ ആസ് എ മീൻസ് ഓഫ് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്. അതായത് ഈ പറയുന്ന ലീഗ് ഓഫ് നേഷന്റെ ഫോർമേഷന് ശേഷം വന്ന കുറച്ച് കാര്യങ്ങളാണ് കെലോഗ് ബ്രിയാൻഡ് പാക്ട് എന്ന് പറയുന്നത്. അതായത് യുദ്ധം കൊണ്ടല്ല ലോകത്തിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് എന്ന് ഒരു ഐഡിയയിലാണ് കെലോഗ് ബ്രിയാൻഡ് പാക്ട് ഒക്കെ വരുന്നത്. പക്ഷെ നമുക്ക് അറിയാവുന്നതുപോലെ ഇതെല്ലാം ഫെയിലിയർ ആയി പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, അതുകൊണ്ടാണ് വേൾഡ് വാർ 2 വന്നത്. ഓക്കെ, അടുത്താണ് യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നോക്കിയതാണ്. 1945 യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ വരുന്നു. വേൾഡ് വാർ 2 ശേഷം UN ഫോം ആവുന്നു. ഓക്കെ, അടുത്താണ് ജനറൽ അഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് ഗാട്ട് പ്രീഡിസെസർ ടു WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ നമുക്കറിയാം IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീഡെവലപ്മെന്റ്. ഓക്കെ, അപ്പം ഡെവലപ്മെന്റ് ഒക്കെ വേണ്ടിയുള്ള ഒരു IBRD സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഗാട്ടിന്റെ ഭാഗമായിട്ടാണ് 1947 WTO കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പം WTOയുടെ പ്രീഡിസെസർ ആണ് ഗാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, 1947 ആഗ്രിമെന്റ് ചെയ്യുന്നത്. അടുത്താണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി. നാറ്റോ ഫോം ആവുന്നത്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഫോം ആവുന്നത് 1949. ഈ ക്രോണോളജി ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫോംഡ് എ മിലിറ്ററി അലയൻസ് ബിറ്റ്വീൻ നോർത്ത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ നേഷൻസ് കോൾഡ് സോവിയറ്റ് യൂണിയൻ. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഈ പറയുന്ന അധികാരപരിധി കുറയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഐഡിയോളജിയെ കണ്ടെയ്ൻ ചെയ്യുക എന്ന ഐഡിയയിലാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി അല്ലെങ്കിൽ നാറ്റോ എന്നുള്ള സംഭവം ഫോം ചെയ്യുകയും ഈ പറയുന്ന നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുള്ള നേഷൻസിലേക്ക് ഇതിന്റെ കൊടുക്കേണ്ടി കൊണ്ടുവരികയും ചെയ്തത്. അടുത്ത 1951 ജനസൈഡ് കൺവെൻഷൻ. ജനസൈഡിനെതിരെ വന്ന ഡിഫൈൻ ജനസൈഡ് ഇൻ ലീഗൽ ടേംസ് ആൻഡ് കമ്മിറ്റ് സിഗ്നേറ്ററീസ് പ്രിവെന്റിംഗ് ആൻഡ് പണിഷ്മെന്റ്. ഓക്കെ, അതായത് എന്ത് ചെയ്തു, ജനസൈഡിനെ ഒരു ലീഗലി ബൈൻഡിങ് തെറ്റായിട്ട് ഇതിനെ കണക്കാക്കുകയും അത് കണക്ക് തന്നെ സിഗ്നറ്റോറീസ് ആയ രാജ്യങ്ങളെ, അതായത് സിഗ്നറ്റോറി പറഞ്ഞാൽ ഇതിനകത്ത് രാജ്യങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് സൈൻ ചെയ്യിപ്പിക്കുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്, ഇനി ഉണ്ടായാൽ തന്നെ അതിന്റെ പ്രിവെൻഷൻ എന്തൊക്കെ ചെയ്യണം എന്ന രീതിയിലൊക്കെ കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഫോളോ ചെയ്തു പോകുന്നത് ജനസൈഡ് കൺവെൻഷനിലാണ്. അടുത്താണ് നമുക്ക് അറിയുന്നത് തന്നെ അന്റാർട്ടിക് ട്രീറ്റി. നമ്മൾ നോക്കിയതാണ് അന്റാർട്ടിക് ട്രീറ്റി ഒക്കെ. 1959 അന്റാർട്ടിക് ട്രീറ്റി വരുന്നു. എസ്റ്റാബ്ലിഷ് അന്റാർട്ടിക്ക ആസ് എ സയന്റിഫിക് റിസർവ് ബാൻഡ് മിലിറ്ററി ആക്ടിവിറ്റി ഓൺ ദ കോണ്ടിനെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അന്റാർട്ടിക് ട്രീറ്റി, അത് കഴിഞ്ഞ് മൂൺ ട്രീറ്റി വരുന്നുണ്ട്. അപ്പം ഈ മൂണിനെയും അന്റാർട്ടിക്കേനെയും ഈ ഡീപ് സീനെയും ഒക്കെ നമ്മൾ എന്താണ് പറയുന്നതാണ് പറഞ്ഞത്, ഗ്ലോബൽ കോമൺസ് എന്ന്, അല്ലെ? ഗ്ലോബൽ കോമൺസ് എന്നാണ് ഇതിനെയൊക്കെ സാധാരണ വിളിക്കുന്നത്. ഓക്കെ, ഈ ഗ്ലോബൽ കോമൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന എന്താണ്, ഒരു രാജ്യങ്ങൾക്കും അധികാരപരിധി ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിന്റെ എല്ലാം കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഒരു രാജ്യങ്ങൾക്ക് അധികാരപരിധിയും ഇല്ല, അവിടെ പീസ്ഫുൾ ആയ കാര്യങ്ങൾക്ക് മാത്രമേ ആ സ്ഥലങ്ങൾ യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അതൊക്കെയാണ് അന്റാർട്ടിക്ക, അറ്റ്മോസ്ഫിയർ, അതിനകത്ത് തന്നെ ഔട്ടർ സ്പേസ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്, അവിടെ ഈ പറയുന്ന വെപ്പണൈസ് ചെയ്യാനോ അല്ലെങ്കിൽ യുദ്ധം നടത്താനോ അടിപിടി കൂടാനോ ഒന്നും ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് കണക്ക് തന്നെ ഒരു രാജ്യങ്ങളുടെ അണ്ടറിലുമല്ല ഈ പറയുന്ന സംഭവങ്ങളൊന്നും വരുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയറും ഔട്ടർ സ്പേസും അന്റാർട്ടിക്കയും ഡീപ് സീ ഒന്നും, ഈ മാരിടൈം ബൗണ്ടറിക്ക് അപ്പുറമുള്ള ഡീപ് സീ ഒന്നും ആരുടെയും ഒരു രാജ്യങ്ങളുടെയും ജൂറിസ്ഡിക്ഷൻ അണ്ടറിലല്ല, എല്ലാം ഗ്ലോബൽ കോമൺ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, 1959 അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം. അടുത്താണ് 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റേ ഇൻഡസ് റിവറിന്റെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്ന ട്രീറ്റിയാണ് ഇൻഡസ് ട്രീറ്റി. ഓക്കെ, ട്രീറ്റി ഓൺ ദ നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, 1967 മുന്നേ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായ രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കീപ്പ് ചെയ്യാം, എന്നിട്ട് അവർ പതുക്കെ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇതിന് ശേഷം ആരും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയ ഒരു ട്രീറ്റിയാണ് NPT എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രെഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് പ്രൊമോട്ട് ഡിസാർമമെന്റ്. റാംസാർ കൺവെൻഷൻ, ഇന്റർനാഷണൽ ട്രീറ്റി ഫോർ ദ കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. വെറ്റ്ലാൻഡ്സ് എന്തൊക്കെയാണ് അറിയാം, ചതുപ്പ് നിലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ, കണ്ടൽ കാടുകൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അത് എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യുന്നതിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് റാംസാർ കൺവെൻഷൻ 1971. ഓക്കെ, ഇതാണ് ബയോളജിക്കൽ വെപ്പൺസ് കൺവെൻഷൻ 1972. prohibits the development, production and stockpiling of biological weapons. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കൽ കെമിക്കൽ വെപ്പൺസ് സ്റ്റോക്ക് ഫൈൽ ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കൺവെൻഷൻ ആണ് ബയോളജിക്കൽ വെപ്പൺസ് കൺവെൻഷൻ. അടുത്താണ് 1985 ഷെങ്കൻ അഗ്രിമെന്റ്. ഓക്കെ, ഷെങ്കൻ അഗ്രിമെന്റ് EU ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനായിട്ട്. റിമോട്ട് ബോർഡർ കൺട്രോൾസ് വിത്തിൻ യൂറോപ്പ്, എസ്റ്റാബ്ലിഷ് ഫ്രീ മൂവ്മെന്റ്സ് ഓഫ് പീപ്പിൾ വിത്തിൻ EU. ഇപ്പം നിങ്ങൾ യൂറോപ്പിലൊക്കെ നിങ്ങൾക്കുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ ഉള്ള ആൾക്കാർ അറിയായിരിക്കും. കുറെ ആൾക്കാർ പോകുന്നത് ഷെങ്കൻ വിസ എടുത്തിട്ടാണ്. ഷെങ്കൻ വിസ എടുത്തിട്ടാണ് പോകുന്നത്. അതായത് നിങ്ങൾ യൂറോപ്പിൽ ഒരു രാജ്യത്ത് പോയിട്ട് നിങ്ങൾക്ക് ആ രാജ്യത്ത് പോയിട്ട് ജോലി കിട്ടിയില്ലെങ്കിലും ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിത്തൗട്ട് പാസ്പോർട്ട് ആൻഡ്
ആൻഡ് ഈ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിൽ വലിയ ഇമിഗ്രേഷൻ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്പുറത്തെ വേറെ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയും. ഓക്കെ, അതായത് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ വളരെ ഫ്രീ ആയിട്ട് ആൾക്കാരെ മൂവ് ചെയ്യാൻ വേണ്ടി ഷെങ്കൻ വിസ ഉള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. മൈഗ്രൻസിന്റെ കാര്യത്തിൽ ഷെങ്കൻ വിസ. ഓക്കെ, അല്ലെങ്കിൽ യൂറോപ്യൻസ് ആണെങ്കിൽ ഇവർക്ക് ഒന്നുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന വള്ളിക്കെട്ട് എന്നാണ് ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് പോകുമ്പോഴുള്ള ഒരു തരത്തിലുള്ള വള്ളിക്കെട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. ഇന്ത്യ മീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി, അത് നമുക്ക് INF കാര്യം ഞാൻ പറഞ്ഞത്, ഈ ICBM പോലുള്ള ഇന്ത്യ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. ഇന്ത്യ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് അല്ല, ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ മീഡിയം റേഞ്ചിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈൽസിനെ പ്രിവെന്റ് ചെയ്യുക, അതിന്റെ ഉൽപാദനവും അതിന്റെ റിസർച്ചും R&D ഒക്കെ നിർത്തിവെക്കുക എന്ന രീതിയിൽ വന്നതാണ് INF ഒക്കെ. അടുത്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1989, a global agreement to protect the ozone layer by phasing out substances causing ozone depletion. നമ്മൾ എൻവയൺമെന്റ് നോക്കുമ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ നോക്കിയതാണ്. ഓക്കെ, അടുത്താണ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCയുടെ. ഓക്കെ, UNFCCയുടെ സാധനം. UNFCC ആണ് എന്ത് ലീഡ് ചെയ്തത്? ക്യോട്ടോ പ്രോട്ടോകോളിലും പാരീസ് അഗ്രിമെന്റിനും ഒക്കെ ലീഡ് ചെയ്തത് എന്താണ്? UNFCC ആണ്. അത് മറക്കരുത് കേട്ടോ. ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ടാവാനും അത് കഴിഞ്ഞ് 2015 പാരീസ് അഗ്രിമെന്റ് ഉണ്ടാവാനും ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിനെതിരെ വന്ന ഒരു കൺവെൻഷനാണ് യുണൈറ്റഡ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത്. അതാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് അഗ്രിമെന്റിലേക്കൊക്കെ ലീഡ് ചെയ്തത്. അടുത്താണ് നാഫ്റ്റ, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. അതായത് ഇതൊരു ട്രൈലാറ്ററൽ ട്രേഡ് ഒരു ബ്ലോക്ക് ആണ്. US കാനഡയും മെക്സിക്കോയും തമ്മിലാണ്. US കാനഡയും മെക്സിക്കോ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് അതിർത്തിയിലുള്ള രാജ്യങ്ങളാണ്. US അതിർത്തിയിൽപ്പെടുന്ന രാജ്യമാണ് കാനഡയും മെക്സിക്കോയും. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് നാഫ്റ്റ എന്ന് പറയുന്നത് 1994. പിന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് എമിഷൻ കുറയ്ക്കുക എന്ന് പറയുന്നത് 1997 അതായത് 1992 ഇത് എന്താണ് സൈൻ ചെയ്യുന്നതെങ്കിലും എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് 1997 കേട്ടോ. എൻഫോഴ്സ് ചെയ്ത ഡേറ്റ് ആണ് 1997. ഓക്കെ, എൻഫോഴ്സ് ചെയ്ത ഡേറ്റ് ആണ് 1997. അതാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗൈൻസ്റ്റ് ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം, കോംബാറ്റ്സ് ഓർഗനൈസ്ഡ് ക്രൈം ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് സ്മഗ്ലിംഗ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്സ് ആണ്. ഓക്കെ, ഈ പറയുന്ന ഡ്രഗ് ഡീലേഴ്സും അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടൽസും ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കാർട്ടൽസും ഒക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പം ഇങ്ങനെയുള്ള ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈംസ് വന്ന കൺവെൻഷനാണ് 2002. അടുത്താണ് 2012 കോട്ടോനൂ അഗ്രിമെന്റ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EU ആൻഡ് ACP. ഓക്കെ, EU ആൻഡ് ACP എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ കരീബിയൻ പസഫിക് കൺട്രീസിനെയാണ് കേട്ടോ. ACP എന്ന് പറയുന്നത് ആഫ്രിക്കൻ കരീബിയൻ പിന്നെ പസഫിക്, അതിനെയാണ് നമ്മൾ ACP എന്ന് പറയുക. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ യൂണിയനും ACP രാജ്യങ്ങളും തമ്മിലുള്ള എക്കണോമിക് പൊളിറ്റിക്കൽ റിലേഷൻസിനെ ബന്ധപ്പെട്ടുള്ളതാണ് കോട്ടോനൂ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2002. ഇതാണ് ട്രീറ്റി ഓഫ് നൈസ്, EU ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ലേയിങ് ഗ്രൗണ്ട് വർക്ക് ഫോർ ഫർദർ എക്സ്പാൻഷൻ. അതായത് യൂറോപ്യൻ യൂണിയൻ എക്സ്പാൻഡ് ചെയ്യാൻ, അവർക്ക് കുറച്ചും കൂടെ ഈ പറയുന്ന രീതിയിൽ പുതിയ രാജ്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ വേണ്ടി അവർക്ക് തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അവരുടെ ആ ഒരു ഫ്രെയിംവർക്കിൽ വരുത്തിയ കുറച്ച് റിഫോംസിനെയാണ് ട്രീറ്റി ഓഫ് നൈസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്താണ് കൺവെൻഷൻ ഓഫ് സൈബർ ക്രൈം 2001. ഇതാണ് സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി നടക്കുന്ന കൺവെൻഷൻ. ഓക്കെ, 2001 നടക്കുന്ന സൈബർ ക്രൈം കൺവെൻഷൻ, ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ ഇന്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ. അപ്പൊ കമ്പ്യൂട്ടർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഈ മെറ്റ വേൾഡിൽ നടക്കുന്ന ക്രൈമുകൾക്കെതിരെ നടന്ന ഫസ്റ്റ് കൺവെൻഷനാണ് 2001 നടന്ന കൺവെൻഷൻ ഓഫ് സൈബർ ക്രൈം. ഇതാണ് 2002 ആസിയൻ അഗ്രിമെന്റ് ഓൺ ട്രാൻസ്പോർട്ടറി ഹേസ് പൊല്യൂഷൻ, അഡ്രസ്സിംഗ് എയർ പൊല്യൂഷൻ അഫക്റ്റിംഗ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ എയർ പൊല്യൂഷനെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി വന്ന അഗ്രിമെന്റ് ആണ് 2002 ആസിയാൻ അഗ്രിമെന്റ്. ഓക്കെ, അടുത്താണ് WHO ഫ്രെയിംവർക്ക്. അടുത്താണ് WHO ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ടൊബാക്കോ കൺട്രോൾ, ഗ്ലോബൽ റെസ്പോൺസ് ടു ടൊബാക്കോ എപ്പിഡമിക്. അപ്പൊ ടൊബാക്കോ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെ, ടൊബാക്കോ മൂലം ഉണ്ടാകുന്ന ഈ ബ്രോങ്കൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്കെതിരെയൊക്കെ WHO കൊണ്ടുവന്ന ഒരു കൺവെൻഷൻ 2003 ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ടൊബാക്കോ കൺട്രോൾ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വർഷങ്ങൾ ട്രീറ്റ് ചെയ്യില്ല, നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്ന് കാണാതെ 2003 ടൊബാക്കോ കൺട്രോൾ, 2003 ടൊബാക്കോ കൺട്രോൾ അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. നിങ്ങൾക്ക് ഇനിയും 2 മാസത്തോളം സമയമുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ആഴ്ചയിൽ 2-3 വട്ടം ഇത് വായിക്കുക. അപ്പം തനിയെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്രോണോളജി മനസ്സിൽ കിട്ടും. ഓക്കെ, എനർജി കമ്മ്യൂണിറ്റി ട്രീറ്റി ഇൻഡിക്കേറ്റ്സ് യൂറോപ്യൻ യൂണിയൻ എനർജി മാർക്കറ്റ് വിത്ത് സൗത്ത് ഈസ്റ്റ് യൂറോപ്പ്. സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലെ രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ യൂണിയനിലെ എനർജി മാർക്കറ്റ്
ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഈ സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലെ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സെർബിയ, മാസിഡോണിയ എന്നൊക്കെ പറയുന്ന യുഗോസ്ലോവിയ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെയാണ് സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലുള്ളത്. ഓക്കെ. ട്രീറ്റി ഓഫ് ലിസ്ബൺ, മേജർ റിഫോംസ് ടു EU സ്ട്രക്ചേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അപ്പൊ നേരത്തെ നമ്മൾ ട്രീറ്റി ഓഫ് നൈസ് പോലെ തന്നെയാണ് ട്രീറ്റി ഓഫ് ലിസ്ബണും EUവിലെ ഒരു സ്ട്രക്ചറൽ റിഫോം കൊണ്ടുവരാൻ വേണ്ടി വന്ന ഒരു ട്രീറ്റിയാണ്. ഇതാണ് യുനാസൂർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ട്രീറ്റി, ഫോർമേഷൻ ഓഫ് ദി യൂണിയൻ ഓഫ് സൗത്ത് അമേരിക്കൻ നേഷൻസ്. ഓക്കെ, സൗത്ത് അമേരിക്കൻ നേഷൻസിന്റെ ഒരു യൂണിയൻ ആണ് യുനാസൂർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫോം ചെയ്തതാണ് യുനാസൂർ ട്രീറ്റി. അടുത്താണ് നഗോയ പ്രോട്ടോകോൾ, എയിംസ് അറ്റ് ഫെയർ ഷെയറിംഗ് ഓഫ് ജനറ്റിക് റിസോഴ്സസ് ബെനിഫിറ്റ്സ്. ഈ ജനറ്റിക് റിസോഴ്സസ് ബെനിഫിറ്റ്സ് ഒക്കെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം എന്നൊരു ഐഡിയ ആണ് ഈ പറയുന്ന നഗോയ പ്രോട്ടോകോൾ വഴി വന്ന. Treaty of Prohibition of Nuclear Weapons. Okay. വന്ന ഒരു ഫസ്റ്റ് 2000 എന്താണ് ഒരു ന്യൂക്ലിയർ വെപ്പൺസ്. അടുത്താണ് പ്രസ്പ അഗ്രിമെന്റ്, റിസോൾവ് ദ നെയിം ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഗ്രീസ് ആൻഡ് നോർത്ത് മാസിഡോണിയ. അപ്പൊ ഇതിന്റെ ഗ്രീസുമായിട്ടൊരു പ്രശ്നം പറഞ്ഞ വേറൊരു അങ്ങനെയാണ് വരികയും ചെയ്യുന്നു. ഓക്കെ, 2015 ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ട്രീറ്റി ഓഫ് 2000 എത്രയാണ് ചെയ്യുകയും പിൻവാങ്ങുകയും അങ്ങനെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് പീസ്. 2021 എത്യോപ്യ പീസ് അഗ്രിമെന്റ്, ഇന്ത്യൻ കോൺഫ്ലിക്റ്റ് എത്യോപ്യ ടൈഗ്രർ റീജിയൻ. അതായത് എത്യോപ്യയിലെ ടൈഗ്രർ റീജിയൻ ഉണ്ടെന്ന് കോൺഫ്ലിക്ട്. എത്യോപ്യ ടൈഗ്രർ പീസ് അഗ്രിമെന്റ്. അതാണ് ട്രീറ്റി ഓഫ് ജെദ്ദ. Expired 2 days after the signing due to sudden surge in hostilities. അതായത് ഇപ്പോഴും സിവിൽ വാർ ഫോഴ്സസും അവിടുത്തെ ഗവൺമെന്റും തമ്മിൽ എന്താണ് ഒരു ട്രീറ്റി വരുന്നു, സമാധാന കരാർ എന്ത് ചെയ്യുന്നുണ്ട്, ലംഘനം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ വീണ്ടും ആൾക്കാർ വീണ്ടും കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്നും സുഡാനിലും സൗത്ത് സുഡാനിലും രീതിയിൽ സിവിൽ വാറും ഭീകരമായ പട്ടിണിയും ക്ഷാമവും ഒക്കെ അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, നമുക്ക് ചെയ്യാൻ വിചാരിക്കുന്നു. സമയം കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ ചോദിച്ച ഈ തിയറി ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ തിയറി ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ ഈ പറയുന്ന രീതിയിൽ ഒരു തിയറി ബേസ് ചെയ്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇല്ല. നിങ്ങൾക്ക് ഞാൻ നോക്കിയപ്പോൾ ഇന്റർനാഷണൽ ലോയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആരാണ് ഇന്റർനാഷണൽ ലോയുടെ പിതാവ്? ആരാ? ഹ്യൂഗോ ക്ലോഷ്യസ് ആണ്. അല്ലെങ്കിൽ ക്ലോസ് തിയറി എന്നൊന്നും പറഞ്ഞല്ലോ ചോദിച്ചിരിക്കുന്നത്. അതിനകത്തുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത് ഹോസ്റ്റലിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ലീഡ് ചെയ്യാം. താങ്ക് യു.